ഇവിടെ രണ്ടിടത്തായിട്ട് 2 വാഗമരം ഉണ്ടായിരുന്നു. മമ്മൂക്ക വന്നിരിക്കുന്ന 2 സ്ഥലമാണ് ഇവിടെ. മമ്മൂക്ക പറഞ്ഞുകൊണ്ടിരുന്നത് നീ പഠിക്കാത്ത എഞ്ചിനീയർ എന്നാണ്. അത് നല്ലൊരു ദുർക്കരമായിട്ട് പോയി ഇടി കൊണ്ട ടീം എവിടെ പോയി വണ്ടി ഓടിച്ചു പോയി ഇടി കൊണ്ട. ഹായ്, നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് വൈക്കത്ത് തന്നെയുള്ള വടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് കുഞ്ഞുമോൻ്റെ പാടിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാ നോക്കൂ, ഒരു തടിയിൽ എഴുതി വച്ചിരിക്കുകയാണ് കുഞ്ഞുമോൻ്റെ പാടി. കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ, അല്ലെങ്കിൽ ലോകത്തിലെ 2 സൂപ്പർ മെഗാ സ്റ്റാറുകളുടെ കൂടെ 10-16 വർഷം ഉണ്ടായിരുന്ന ആളാണ് കുഞ്ഞുമോൻ. ഇത് കുഞ്ഞുമോൻ്റെ പാടി. കുഞ്ഞുമോൻ എന്ത് ചെയ്താലും അതിനകത്തൊക്കെ ഒരു കലയുണ്ട്. കുഞ്ഞുമോൻ ഇവിടെ ഒരു പാടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാടി എന്ന് പറയണത് ഇതൊരു വലിയൊരു കനാലാണ്. ഈ തോടിൻ്റെ സൈഡിലായിട്ട് കപ്പപ്പോളയെ കയറി കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടം വഴി വള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളും ബോട്ടുകളൊന്നും പോകണില്ല. ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ പലരും ആഗ്രഹിക്കാറുള്ള പോലെ ഒരു പുഴയുടെ തീരത്ത് ഒരു വീട് വേണം എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും. അങ്ങനെ ഒരു പുഴയുടെ തീരത്താണ് ഇപ്പോൾ ഈ പാടിയിരിക്കുന്നത്. മമ്മൂക്കയുടെ വീടിൻ്റെ ഫ്രണ്ട് കവാടമാണ് ഈ കാണുന്നത്. ഇവിടെ മണിയുണ്ട്, പണ്ട് അവിടുത്തെ ഒരു മണിയുണ്ട് ഇവിടെ ബെല്ലില്ല പണ്ട്. ഞാൻ പിന്നെ അത് എനിക്ക് നമ്മുടെ ഓർമ്മക്ക്. ഓക്കെ, ഇതാണ് ആ കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ മമ്മൂക്കയുടെ ഉള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അല്ലേ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലാവിരുന്നാണിത്. സാറിൻ്റെ വീടിൻ്റെ പടിപ്പുര ഇതിങ്ങനെ, സാറിൻ്റെ അതായത് മമ്മൂക്കയുടെ വീടിൻ്റെ പടിപ്പുരയാണ് ഈ കാണുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കണം? ഇത് മൊത്തം ഇരുമ്പ്, മറ്റേ തകിട് പ്ലൈവുഡ് ജോലി ചെയ്യണം. ഓക്കെ, പിന്നെ മറ്റേ മുളയുണ്ട്, മുളയും പ്ലൈവുഡും പിന്നെ തകിടും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. തകിടാണ് മറ്റേ ജോലി ചെയ്തത്. ഓക്കെ, ഇത് ബെന്നിസാർ, നമ്മുടെ ബെന്നിസാറാണ് അതിൻ്റെ മെയിൻ തട്ടുടക്കം. ബെന്നിസാറ് മറ്റേ ബെന്നിസാർ വെച്ചാൽ എഞ്ചിനീയർ ബെന്നിസാറായിരുന്നു. പിന്നെ നമ്മുടെ മോഹൻചേട്ടൻ എന്ന് പറഞ്ഞ പുള്ളി ഇത് ഒറിജിനൽ ഉണ്ടാക്കി അതിൽ സാറ് ഇവിടെ വന്ന് എപ്പോഴും ഈ സൈഡിലായിരിക്കാറുള്ള ഒരു വാഗമരം ഉണ്ടായിരുന്നു. 2 സൈഡിലും വാഗമരമാണ്. ഈ വാഗമരം ഞങ്ങൾ റൗണ്ട് ചെയ്ത് കല്ല് കെട്ടി നല്ല സെറ്റപ്പായിട്ട് ഇരിക്കാറുണ്ട്. ഓക്കെ, ഞാൻ പിന്നെ അത് ഇവിടെ നമ്മുടെ ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. ചേച്ചി ഇവിടെ രണ്ടിടത്തായിട്ട് 2 വാഗമരം ഉണ്ടായിരുന്നു. മമ്മൂക്ക വന്നിരിക്കുന്ന 2 സ്ഥലമാണ് ഇവിടെ. ഉണ്ടായിരുന്നു ഞങ്ങളുടെ റോഡ്. ഓക്കെ, ഇതുകൊണ്ട് തീരുമോ? ഇത് ഈ എൻ്റെ തീർന്നിട്ട് ഞങ്ങളുടെ അപ്പുറത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, ചെറിയൊരു ഇതുണ്ട്, ചെറിയ ഫ്ലാറ്റ്, ഒരു 4-5 വീടുള്ളൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അതും ഞങ്ങൾക്ക് കൂടി തീരും. ഇപ്പം വേറൊരു ആന്ധ്രക്കാരുടെ വീടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സാറൊക്കെ ഇവിടെ എപ്പോഴും ഇവിടെ നിന്ന് ഇരിക്കാറില്ല. പിന്നെ ഇവിടെ ബെല്ലുണ്ടായിരുന്നു, ഒരു മണി തൂക്കിയിട്ടുണ്ട്. ആരും വരണ മണി ഇടിച്ചാൽ മതി. ഇവിടെ ഒരു ബെല്ലുണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഞാൻ ബെല്ല് തൂക്കിയിട്ടില്ല. പിന്നെ ഇതൊക്കെ എന്താ, ഇത് മൊത്തം ഫുള്ള് ഇങ്ങനെ കണ്ട. ഓക്കെ, തടിയൊക്കെ ഇട്ട് ഈ തടിക്ക് പകരം ഞാൻ ഇത് മുള കയറ്റിക്കണം. തേക്കിന് പകരം അവിടെ തേക്ക് തടിയായിരുന്നു, തേക്കും മറ്റേ ഇതൊക്കെയായിരുന്നു. പിന്നെ ഇതെല്ലാം തുറക്കാം. ഓരോ കവാടങ്ങളും തുറക്കത്തക്ക രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് തുറന്ന് കാണിച്ച്. ഇതല്ല ഓക്കെ, ലോക്ക് ഞങ്ങളുടെ ഇപ്പുറത്തെ സൈഡിൽ അതില്ല. ഈ സീറ്റൊന്നും അവിടെ ഇല്ല. ഇങ്ങനെ 2 ഈ തൂണും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ ഇവിടെ ഈ ഇതുണ്ട്, 2 ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതല്ല ലോക്ക് ചെയ്യണം. ഇതൊക്കെ സെയിം ലോക്ക് തന്നെ. ഓ, ലോക്ക് ചെയ്യാൻ പറ്റുന്നു, കറക്റ്റ് ആയിട്ടുണ്ടല്ലേ. ഇതിൽ അടുപ്പിച്ച് ലോക്ക് ചെയ്യാൻ പറ്റുന്ന കവാടമാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇങ്ങനത്തെ ലോക്ക് തന്നെയാണ്. ഈ പണ്ടത്തെ നമ്മുടെ സാക്ഷാ മരപ്പണിയുടെ ഇതല്ല, ഇതൊക്കെ ഇല്ലങ്ങളിലൊക്കെ തൂക്കി. ഓ ശരി, ലോക്ക് ഇട്ട ശേഷമുള്ള കവാടം ഇങ്ങനെ ലോക്ക് ചെയ്യുന്നത്. ലോക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി തുറക്കില്ല. അതേമാതിരി ഇതും അതേമാതിരി തന്നെ സെയിം. ഇതൊക്കെ തുറക്കാം, ഇതും തുറക്കാം. എത്ര ദിവസം എടുത്ത് ഇത് ഉണ്ടാക്കാനായിട്ട്? ഇത് തന്നെ ഇത് കൂടി ഒരു മാസം എടുത്തു. കൊറോണ സമയത്ത് ഉണ്ടാക്കിയതല്ലേ? നല്ലൊരു അടിപൊളി വീടാണ് മമ്മൂക്കയുടെ ഓർമ്മയ്ക്കായിട്ട് കുഞ്ഞുമോൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മമ്മൂക്ക പോലും കണ്ടിട്ടില്ല അല്ലേ ഇത്? ഇല്ല. ഇവിടെ വന്നതിന് ശേഷം, നാട്ടിൽ വന്നതിന് ശേഷം
ഉണ്ടാക്കിയ വീടാണിത്. അല്ല, വീടല്ല, മമ്മൂക്കയുടെ വീടിൻ്റെ പടിപ്പുരയാണിത്. ഇതൊക്കെ ഞാൻ ആലോചന, ഇതൊക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കിയത് ഈ പണ്ടത്തെ ഇരിക്കുന്ന ടൈപ്പ്. ദുൽഖറിനെ കുറിച്ച് എന്താ പറഞ്ഞോളാം? ചാലഞ്ചി ഞാനും കൂടി ചെറിയൊരു മിനിച്ചർ കോട്ടയം മറ്റേ ഈ കോഴിക്കോട് നാലുകെട്ടിൻ്റെ ചാലുജി ദുൽഖർ അവന് ഞങ്ങൾ ചാലുജി എന്ന് വിളിക്കുന്നത്. ഞാനും സജീവും ചാലുജി എന്ന് വിളിക്കാറ്. ചെറിയ മിനിച്ചർ ഉണ്ടാക്കുന്ന ചാലുജി ദുൽഖർ. ചാലുജി ഞാനും കൂടി ബെന്നി സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് പണിത ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ചാലുജി എന്ന് പറഞ്ഞാൽ ദുൽഖറാണ് കേട്ടോ. പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ചെറിയ മിനിച്ചർ ഉണ്ടാക്കിയ പുള്ളി സാറിനോട് നമുക്ക് ആശ. അപ്പോൾ പുള്ളി ഒരു 25,000 രൂപ തരാമെന്ന് പറഞ്ഞു. മറ്റേ ഈ വീടുണ്ടാക്കി മിനിച്ചർ കോഴിക്കോട് ഈ 4 വീടുണ്ട്. ഞാനത് ഉണ്ടാക്കി കുറച്ച് ഫുള്ള് തീരാറായതാണ് വീട്. തീരാറായപ്പോൾ അത് നമ്മുടെ ഒത്തിരി മറ്റേ പണി നടക്കുന്നുണ്ട് കാർപ്പൻറ്റർമാർ. ഇവൻ ഒരുത്തന്നെ ഒരാൾ മേളിൽ നിന്ന് തട്ടി താഴ്ത്തിട്ട് അത് കുടിച്ചു. അങ്ങനെ അത് പോയി. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ മിനിച്ചറൊക്കെ ഉണ്ടാക്കും. സാറിൻ്റെ വീട്ടിലെ ചെറിയൊരു മറ്റേ അമേരിക്കൻ സ്റ്റൈൽ തൂക്ക് പാലം അതൊക്കെ മറ്റേ ഇതൊക്കെ പോകുന്നുണ്ട്. വലിയ ക്ഷേത്രത്തിലും കുഞ്ഞുനാളെ ഞങ്ങൾ സാറിൻ്റെ വീട് വാടക വീടായിരുന്നു. അപ്പോൾ കർപ്പങ്കാരുടെ വീട്ടിലായിരുന്നപ്പോഴും ചെറിയ ഇതില്ലേ തൂക്കുപാലം പോലത്തെ പാലമൊക്കെ എൻ്റെ മിനിച്ചറൊക്കെ ഉണ്ടാക്കും. സാറിന് ഇഷ്ടം. പിന്നെ 4 കെട്ട് ഉണ്ടാക്കിയത്. സാറിന് ഇഷ്ടം പറയാൻ നമുക്ക് ഇഷ്ടം. ഞങ്ങളുടെ എൻ്റെ മറ്റേ ലിവിംഗ് റൂമിൽ അത് വെച്ചിട്ടുണ്ട് 4 കെട്ട്. ഞങ്ങളുടെ ചെമ്പിലത്തെ ഒരു ഇല്ല ഉണ്ടായിരുന്നു. സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഇല്ലുണ്ട്, വലിയ ഇല്ല. അതിൻ്റെ ഒരു അത് വെറും മുള കൊണ്ട് ഇത് മാത്രം ഈ പുൽച്ചൂല് നമ്മൾ തുറക്കണ ചൂല്. അന്ന് ഞാൻ ആ ചൂല് വേറെ ടൂളൊന്നുമില്ല, വേറെ ഒരു ആക്സോ ബ്ലേഡ് ഉണ്ട്, ഒരു കത്തിയ സ്കൂട്ടർ, അതുകൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കി. സാറിന് വീണ്ട ഞാൻ ലിവിംഗ് റൂമിലൊക്കെ വെച്ചിട്ടുണ്ട്. 4 കെട്ട് കുറേ നാളുണ്ടായിരുന്നു. അത് ഞാൻ ജോയിനെ വീട്ടിൽ കൊണ്ട് കുറേ നാൾ വെച്ചായിരുന്നു. അവിടെ മേഘപ്പൻ സാറിൻ്റെ മേഘപ്പൻ ജോലി ഞങ്ങൾ അപ്പോഴും നമ്മൾ അവിടെയൊക്കെ പോകണമായിരുന്നു. സാറിൻ്റെ വീട്ടിൻ്റെ വീട് മാറിയപ്പോൾ അങ്ങോട്ടും ഉണ്ട്. പിന്നെ അത് അവിടെ എനിക്കെന്താ അറിയാൻ പറ്റത്, എവിടെയാണെന്നും അറിയാൻ പറ്റില്ല. അത് ചിലപ്പോൾ കളഞ്ഞാൽ മതി. ഞാൻ പോകുന്നപ്പോൾ അതൊരു 4 കെട്ടുണ്ടായിരുന്നു. സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ വീട്. അങ്ങനെ പിന്നെ നമുക്കൊരു കല ഇതുണ്ട്. സാറിന് ഭയങ്കര ഇഷ്ടം. എന്തുണ്ടെങ്കിലും നീ ഒരു പഠിക്കാത്ത എഞ്ചിനീയർ നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് നീ പഠിക്കാത്ത എഞ്ചിനീയർ എന്നാണ്. അത് നല്ല രസമുള്ളൊരു പറച്ചിലേക്ക്. നീ പഠിക്കാത്ത എഞ്ചിനീയറാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഡിഷാൻ്റെ വരുമ്പോൾ സാറ് അന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഡിഷ് വെച്ചു. ചെന്നൈയിൽ അടിയാറ് വീട്ടിൽ ആ വലിയ 2-3-4 ഡിഷ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നൈയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഡിഷ് വെച്ചപ്പോൾ അതിൻ്റെ മേളിൽ മറ്റേ ഫില്ലറൊക്കെ ഇട്ട് അത് ഈ ചാനൽ കിട്ടാൻ വേണ്ടി, അന്ന് ചാനൽ നമ്മുടെ ഏഷ്യാനെറ്റൊന്നും ആയിട്ടില്ല. ആ സമയത്തല്ല ഈ ട്യൂൺ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു മലയാളികളല്ല വന്നിട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ ചാനലൊക്കെ കിട്ടും. അപ്പോൾ സാറ് വർക്കിന് പോകുമ്പോൾ സ്റ്റുഡിയോയിൽ പോയിട്ട് വരുമ്പോൾ ചോദിച്ചാൽ എത്ര കിട്ടി നീ നോക്കിയാൽ മതി. ഞാൻ കൂടെ നിന്നിട്ട് അവർ കൊടുത്ത് ഇതെല്ലാം എഴുതിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് പഠിപ്പില്ലെങ്കിലും ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഇലക്ട്രോണിക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് സാറ് എന്നെ പഠിച്ചിരുന്നു. എടാ അതിന് നോക്കിയിട്ട് എത്ര കിട്ടി, ഏത് ചാനൽ കിട്ടി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എഴുതിയൊക്കെ ഇത് കിട്ടും. എന്നിട്ട് നീ കാണിക്കണം. ഇത് കാണിച്ചത് കിട്ടിയില്ല ചിലപ്പോൾ തെറിയും എന്നാന്നൊക്കെ ചോദിച്ചു. നല്ല ഇതായിട്ട് നമ്മൾ അത്യാവശ്യം ഇതൊക്കെ ഉള്ളത്. പിന്നെ ഓരോ ഊളിനാളായിട്ട് വീടിൻ്റെ അങ്ങനെയായിരുന്നു. ചാലുജി ചാലുജി എന്ന് പറഞ്ഞാൽ ദുൽഖർ അങ്ങനെ ചാലുജി ഞാൻ വിളിക്കും അംഗസ്വാമി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അംഗസ്വാമി ഇന്ന് മരിച്ചു. ഇന്നായിരുന്നു ശരിക്കും. ഡ്രൈവർ അങ്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുനാളായിട്ട് അബാദ് ഹോട്ടലിൽ നിന്നിട്ട് സാറിൻ്റെ കുട്ടി അബാദ് പ്ലാസയുടെ ഗാർഡനായിട്ട് നിന്നിട്ട് പിന്നെ ഗിരിനാട് താമസിച്ചപ്പോൾ ഗാർഡൻ വർക്കിന് വേണ്ടി വന്നതാണ്. ഗാർഡൻ വർക്കിന് പുള്ളി എന്നിട്ട് സാറിൻ്റെ കുട്ടി ഇവര് ചേച്ചിക്ക് ഇഷ്ടമായിട്ട് ഇവർ കൂടിയത്. അങ്ങനെ കൂടി മറ്റേ ഡ്രൈവറായി. അപ്പോൾ ഉമ്മായി വാപ്പായിക്ക് ഇവിടെ ചെമ്പിന്ന് ചെല്ലുമ്പോൾ ഈ അന്ന് ഫിയറ്റുകാരെ കൊണ്ടുവരുമായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് രാത്രി ചെമ്പി വരും. അപ്പോൾ എന്നെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ ഡ്രൈവിങ് ഭയങ്കര താല്പര്യമായിരുന്നു. നമുക്കിതെല്ലാം ഉണ്ടെങ്കിൽ അന്ന് ഡ്രൈവിങ് അങ്ങനെ തന്നെ ഡ്രൈവിങ് പഠിപ്പിച്ച് വിളി ഞങ്ങൾ ചെന്നൈ കൊണ്ടുപോകണത് അംഗസ്വാമി ഞാനും കൂടി ഒരു ആയുധ പൂജ 88-89 ഞാൻ ചെന്നൈ പോണത്. ചെന്നൈ ചെന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അവിടെ നിന്ന് വേസ്റ്റ് കളയുന്ന ഒരു സംഭവമുണ്ട്. അടയാറ് ഞങ്ങളുടെ വീടിനോട് കുറച്ച് ബെസ്സർ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് വേസ്റ്റ് കളണം. അവിടെ വന്നിട്ട് ഒരു വേസ്റ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ ഈ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ ഫിയറ്റുകാരനകത്ത് ഡിക്കി വെച്ച് കൊണ്ടുപോകും. വലിയ ബക്കറ്റ് ഒന്ന് കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് ഞാൻ ഇപ്പറ ഇവിടെ വേസ്റ്റ് കയറ്റി വെച്ചിട്ട് അപ്പോൾ ചേച്ചി പറയും നീ ഇവിടെ നിൽക്കി പോകേണ്ടെന്ന് അങ്കി ഇവിടെ കളയും. എന്നാലും ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്കി പറയും എപ്പറ വന്നേക്കാൻ പറഞ്ഞു. ഞാൻ മധുരയിൽ ഇപ്പുറത്തേക്കും ഈ വണ്ടി ഇങ്ങനെ ഞങ്ങളൊരു ഇതായിരുന്നു 11-ാം നമ്പർ വീടായിരുന്നു അടയാറ് ഫസ്റ്റ് ക്രോസ് സ്ട്രീറ്റ് കപ്പൻ ഗാർഡൻ അതായിരുന്നു. അപ്പോൾ ഈ വണ്ടി എടുത്ത് എനിക്ക് കറങ്ങി വരും. ഞാൻ ഇപ്പോൾ മധുരയിൽ നിന്നിട്ട് വണ്ടിക്ക് വണ്ടിക്ക് ജസ്റ്റ് ഒരു കൂടിപ്പോൾ ഒരു 1/2 കിലോമീറ്റർ ഇല്ല. വണ്ടി ഞാൻ മെയിൻ റോഡ് ഇട്ട് കഴിയുമ്പോൾ ഇവിടുന്ന് കാണിയല്ല. ആ സ്ഥലത്ത് തന്നെ കയറ്റി നീ ഓടിക്കാം. അങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു. അപ്പോൾ ഞാനങ്ങനെ പഠിച്ചു. ഈ ചാലുജിനെയൊക്കെ കൊണ്ട് ചാലുജി എന്ന് വെച്ചാൽ ദുൽഖറാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ചാലുജി ഇത്താത്ത സുർമി ഇവരെയും പോകുമ്പോഴും ഞാൻ
ഡ്രൈവറെ കൂടി സ്കൂളിൽ പോകുമ്പോൾ എന്നെയും കൂടി ഞാനും പോകും കൂടി പോകുമ്പോൾ അന്നേരം എനിക്ക് കിട്ടും ചെറിയ. അത് ഞങ്ങളുടെ അടുത്ത സ്ട്രീറ്റാണ് കട്ടപ്പന. ഇത് പത്മനാഭ പറഞ്ഞാൽ കട്ടപ്പന ഇത് സ്കൂളാണ്, ശിക്ഷ സ്കൂളാണ്. അതും അന്നേരം ഒരു ജസ്റ്റ് ഒരു 1-2 കിലോമീറ്റർ ഫസ്റ്റാണ് ഞങ്ങളുടെ ആ ചുറ്റളം. അന്നേരം ആകെ ഒരു ഗ്യാപ്പിൽ എനിക്ക് ഡ്രൈവിങ് കിട്ടും പഠിക്കാൻ. പിന്നെ തിരിച്ചു വരുമ്പോൾ ചാലി കയറി മടിയിരിക്കും. അങ്കസ്വാമിയുടെ മടിയിൽ തിരിച്ചു വരുമ്പോൾ ചാലജി ആയിരിക്കുന്നത് സ്റ്റിയറിംഗ് പിടിക്കാൻ വേണ്ടി. കാലത്തൊക്കെ കുഞ്ഞായിരുന്നു. അങ്ങനെ ഇതായിട്ട് പഠിക്കും. പിന്നെ ഈ ചാലുജീനെ ദുൽഖർ വിളിക്കാൻ കാര്യം എന്താ? ഓമന പേരാണ്. ഞങ്ങൾ ചാലുജി എന്ന് വിളിക്കാൻ അങ്കസ്വാമി വിളിക്കും. ഞാൻ ചാലു എന്ന് പറയുന്നത് ചാലു എന്നാണ് പേര് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. ഞാനും അങ്കസ്വാമി മാത്രമേ ചാലുജി എന്ന് വിളിക്കുള്ളൂ. ആ മനസ്സിൽ നിന്ന് പോകുന്നുള്ളൂ. ഇത്ര വർഷം ചാലുജി. അപ്പൊ ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ അങ്കസ്വാമിയുടെ മടി കയറി ചാലുജി ചെയ്യും. അങ്ങനെ ഡ്രൈവിങ് ചാലുജി സ്റ്റിയറിംഗ് നല്ല ബാലൻസ്. പിന്നെ ഡ്രൈവിംഗ് എല്ലാം ഇതാക്കി ഞാൻ അത് ഞാൻ ഇപ്പോൾ കൈ തെളിഞ്ഞ്. എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന സാററിയായപ്പോൾ നമ്മുടെ ഇതായിരുന്നു വിധേൻ്റെ ഷൂട്ടിങ്ങിന് ഇത് വിധേൻ്റെ ഷൂട്ടിങ് അനന്താടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കർണാടക. അവിടെ പ്രാവശ്യം ഈ ഷൂട്ടിംഗ് എടുക്കാൻ ഫീൽഡ് മറ്റേ ഇത് വന്നു. ഡ്രൈവർ തമ്മാനല്ല, അന്ന് തമ്പാനാ ഇതൊക്കെ പോയിക്കുന്നത്. തമ്പാൻ എന്ന് പറഞ്ഞ ഡ്രൈവർ ആലപ്പുഴ. അവൻ ഇല്ല, ഞാൻ എൻ്റെ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് കഴിഞ്ഞപ്പോൾ വണ്ടി നമ്മൾ ഷൂട്ടിംഗ് എടുക്കുമ്പോൾ ഫ്രെയിം വന്നു. അപ്പം പറഞ്ഞാൽ വണ്ടി മാറ്റാം. അപ്പോൾ അന്ന് 118 ഞങ്ങൾ മുദ്രാ ശശി സാറ് കൊടുത്ത 118 ഉണ്ടായിരുന്നു സാറിന്. കൊടുത്തതല്ല, ഒരു പടത്തിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു ഫസ്റ്റ് ഇറങ്ങിയ. അന്നേരം ആ വണ്ടി ഫീൽഡ് വന്നപ്പോൾ എന്നോട് പറഞ്ഞ് മാറ്റാം. അപ്പോൾ ജോറിയേട്ടൻ 7 മറ്റേ കോസ്റ്റ്യൂംസ് മേക്കപ്പ് മാൻ ജോറിയായിരുന്നു. അപ്പോൾ ജോറിയേട്ടൻ പറഞ്ഞു എടാ കുഞ്ഞിനെ അവിടെ മാറ്റാൻ അത് വണ്ടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ മാറ്റി. അപ്പോൾ വണ്ടി ഇങ്ങനെ പോകണപ്പോൾ എന്നെ കാണിയല്ല. എന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഇത്രയല്ല, ഞാൻ കുഞ്ഞല്ലേ. ഞാൻ എന്നേ കുക്കാ. ഞാൻ വാത്സല്യം തൊട്ടേ കുക്കായിരുന്നു. ആദ്യമായിട്ട് കുക്കായിട്ട് പോലും വാത്സല്യം പടത്തില്ല ജോലി ചോദിച്ചുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി മാറ്റിയപ്പോൾ ആരുടെ വണ്ടി ഓടിക്കുന്ന സാധ്യത ചോദിച്ചു. അതുകൊണ്ട് നമുക്ക് അത് കുഞ്ചാല. അത് വണ്ടി വേറെ ആർക്കും സാറിന് അങ്ങനെ കുടിക്കാം, നമ്മൾ വണ്ടി ഒന്നും ആർക്കും കുടിക്കില്ല. അപ്പോൾ ഞാൻ വണ്ടി മാറ്റുന്ന ആരുടെ വണ്ടി മാറ്റിയെന്ന് ഓടിക്കുന്നത് അത് കുഞ്ചാലെ. അവനെപ്പോഴാണ് ഡ്രൈവ് മേടിച്ചത്, അവന് വണ്ടി ഓടിക്കാൻ അറിയുമെന്ന് പറഞ്ഞു ജോലിയോട് പറഞ്ഞു. വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചാന്ന് ചോദിച്ചു. അപ്പോൾ സാറിനറിയാം നമ്മൾ അവിടുത്തെ വീട്ടിലെ വണ്ടിയെ അങ്ങനെ ഓടിച്ച് പഠിച്ചെന്ന് സാറിനും അറിയാം. അപ്പോൾ എനിക്ക് 10-15 എനിക്ക് ലൈസൻസ് എടുക്കാറായിട്ടില്ല. അങ്ങനെ ഒന്ന് അപ്പോൾ ചേച്ചിയിലൊന്ന് പറഞ്ഞു റെഡിയാകുമ്പോൾ ഡ്രൈവർ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കുന്നു. പിന്നെ വീട്ടിൽ വരുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്നെ വിടുമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു മാരുതി 800 വാങ്ങിച്ചു 1323 എന്ന് പറഞ്ഞു. അത് നല്ല ഇതായിരുന്നു ഞങ്ങളുടെ നമ്പർ 1323. ആദ്യത്തത് 58-85 നമ്പറാണ്. 58 85 588 അങ്ങനെയാണ് നമ്പർ നല്ലത്. പിന്നെ ബാക്കിയെല്ലാം 369 369 ഈ 2 വണ്ടി മാത്രമേ വേറെ നമ്പറാണ് ഈ 1323. അത് പിന്നെ മാർക്കറ്റിൽ പോണ വണ്ടിയൊക്കെ ആക്കിയാണ്. മാർക്കറ്റിൽ വെച്ചാൽ ഇത് എല്ലാവരും പഠിച്ച് ചാലുജിയൊക്കെ പഠിച്ചതും ഇത്താത്ത ആ വണ്ടിയില്ലേ പഠിച്ചത്. ഇത്താത്ത എന്ന് പറയുന്നത് സുർമീനെ ഞങ്ങൾ ഇത്താത്ത ഈ ചാലുജി ഇത്താത്താന്ന് വിളിക്കും, ഞാനും ഇത്താത്ത. ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 8 വയസ്സ് 9 വയസ്സ് വ്യത്യാസം. എനിക്കിപ്പോൾ 47 വയസ്സ്. ചാലുജി ഇപ്പോൾ ഒരു 30 32 വയസ്സ് ആയിരിക്കണം. ഞങ്ങൾ തമ്മിൽ ഒരു കൂടിപ്പോയൊരു 5-10 ഇതല്ല. അപ്പോൾ എന്നെ ചേട്ടാന്ന് വിളിക്കാൻ പറഞ്ഞാലും ചേച്ചിക്ക് പറയും, എപ്പോഴും സാറും പറയും അവിടെ നിന്നും പോകുന്നത് നീ ചേട്ടാ. എന്നാലും അവൻ എന്നെ അങ്ങോട്ട് എൻ്റെ അവൻ്റെ എപ്പോൾ വന്ന കാര്യം എൻ്റെ തോളിൽ കയറി ചാലുജി. വീട്ടിൽ വരുമ്പോൾ തന്നെ ഈ തോളെ കയറി ഞാൻ തോളെ കയറില്ല. അന്ന് ഞാൻ ഇത്രയല്ല കുഞ്ഞാണ്. തോളെ കയറിയും പാത്തിരിക്കും. തോളെ കയറ്റുന്നില്ല, തോളെ കയറ്റി മൊത്തം റൗണ്ട് ചെയ്യാം. വീടിന് ഇങ്ങനെ കുതിരപ്പുറത്തിരിക്കുന്നോട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇതായിട്ട് തോളെ കയറിയിട്ട് മുടക്കും. അപ്പോൾ ഞാൻ കയറ്റാണ്ട് വരുന്നു. ഒരു ഷോർട്ട് വേണം. എൻ്റെ ഇപ്പം കയറിയിട്ട് തന്നെ മുടിയെ പിടിച്ച് പോകാൻ അന്നറച്ച് മുടിയല്ല. എന്നിട്ട് ഇങ്ങനെ വലിക്കും. അത് ഞാൻ ഒളിച്ചിരിക്കും. ഈ ചാലിന് കയറ്റാണ്ട് വേണ്ടി മാറിക്കുമ്പോൾ സ്റ്റേറിന് മേലിരിക്കും അറിയാണ്ടൊക്കെ. ഞാൻ പോകുമ്പോൾ ചാടി മുടിയെ പിടിച്ച് തോളിൽ കയറും. പിന്നെ ഞാൻ ആ വീടിൻ്റെ ചുറ്റൊക്കെ നടക്കും. ഞങ്ങൾ എപ്പോഴും അവൻ എൻ്റെ തോളിലായിരുന്നു. പിന്നെ ഇടി സ്റ്റണ്ട് എന്ന് വെച്ചാൽ എപ്പോഴും ഞങ്ങൾ ഈ ഊറ്റിപ്പിടുത്തം ബഹളം. എനിക്ക് നോന്ത് കഴിയുമ്പോൾ ഞാൻ നല്ല കീറെടുക്കും. ഇനി ചില മുടി വേദന എടുക്കും. വീടിൻ്റെ ഹാളിൽ ഇവിടെ തന്നെ അവൻ ചേച്ചിയൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുള്ളൂ. ഒന്നും നല്ല ഇടിയും നല്ല ഇത് ഞങ്ങൾ. അത് കഴിയുമ്പോൾ കുറച്ച് എനിക്ക് വേദന ചെയ്യാൻ ഞാൻ നല്ല നോക്കിയപ്പോൾ അവനും വേദിക്കും. അവൻ എന്നാലും കരയാൻ തുടങ്ങി. അത് ഉമ്മച്ചി എന്നെ കുഞ്ചാനെങ്ങനെ നീ പോയിട്ടല്ലേ അത് ആവശ്യം വേദനിക്കുമ്പോൾ ഞാനും കൊടുക്കും. അത് അവർക്കും പ്രശ്നമില്ല. ഞങ്ങൾ ഇതായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പെറ്റായിരുന്നു ഞങ്ങൾ വീട്. ഇപ്പോഴും അവർക്കും ഞങ്ങളുടെ മനസ്സിൽ ഞാനിപ്പോൾ സജു ഉണ്ടല്ലോ, സജുവും മറന്നിട്ടില്ല. കാരണം വെച്ചാൽ സജുവും ഞാനും ചാലുജി ഇതിനിപ്പോൾ ഞാൻ ഷൂട്ടിങ് സിനിമ എടുത്ത ദുബായി പോയപ്പോൾ സാറ് ഷാർപ്പിൻ്റെ ഇതുണ്ട് ക്യാമറ. അത് വെച്ചാൽ നമുക്ക് സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിനിമ എടുത്തിട്ട് കിണറ്റിൽ ഇവളെ
അർണോൾഡിൻ്റെ ഒരു പടമുണ്ട്, ട്രൂ ലൈസ് എന്നൊരു പടമുണ്ട്. അർണോൾഡ് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങി വന്ന സീനുണ്ട്. അപ്പോൾ ഇവൻ്റെ അതിൻ്റെ കുറേയൊക്കെ ബിറ്റ് എടുത്ത് ഇതൊക്കെ കൂടി ഞങ്ങൾ സിനിമ എടുക്കും. ഈ അർണോൾഡ് വെള്ളത്തിൽ നിന്നല്ലേ പൊങ്ങി വന്നത്. ഞങ്ങളുടെ വീട്ടിലെ മീൻ കുളം വലിയ ഇതില്ല, അത് രണ്ടുപേരുടെ അത്ര ഒരു ഇതില്ല. അപ്പം പറയും ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നു ചാരി പറഞ്ഞ് നീ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു. ഞാൻ പിന്നെ വീട്ടിലേക്ക് എൻ്റെ ചാടി. ഞങ്ങൾക്കൊരു കിണറുണ്ട്, അധികം വെള്ളമൊന്നും ഇല്ല, എൻ്റെ ചാടിയിട്ട് പൊങ്ങി വരും. അപ്പോൾ കിണറ്റിൽ വേണമെന്നെടുക്കും ശരിക്കും വെള്ളത്തിൽ. ആ കിണറിനകത്ത് അതിനകത്ത് ഞങ്ങൾ പിന്നെ ചാലൂജി എടുക്കണം. അപ്പം അതിനകത്ത് വില്ലനുണ്ട്. വില്ലൻ സാറിൻ്റെ അനിയ സക്കരി ചച്ചാനെ ചോദിച്ചാൽ പിന്നെ കോയുണ്ട്. കോയെന്ന് വെച്ചാൽ ചേച്ചി ഞങ്ങൾ അവരൊക്കെ വന്നു. അപ്പം സാറെ കൂടി ഒരു പ്രാവശ്യം ഈ ഇതിന് പോയി, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഈ സ്റ്റേജ് ഷോയ്ക്ക് ദുബായി. അപ്പോൾ ചേച്ചിയും സാറും പോയ സമയത്ത് പിള്ളേർ രണ്ടുപേരും നോക്കാൻ വേണ്ടി പിള്ളേർക്ക് പരീക്ഷ ഇതൊക്കെ ഉണ്ട്. ഇവർ വന്നു, ചച്ചായും വന്നു. ചച്ചാന്ന് പറഞ്ഞാൽ സക്കര, ഞങ്ങൾ ചച്ചാന്ന് പറഞ്ഞു. ചച്ചായും വന്ന് കോയ ചേച്ചിടാങ്ങ അവർ വന്ന് പിള്ളേരെ നോക്കാനുണ്ട്. അപ്പോൾ ആ കൂടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഷൂട്ടിങ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് സിനിമയുടെ വില്ലനായിട്ട് വന്ന് പിന്നെ ചച്ചായ വന്നത്. ഞങ്ങൾ സാറിൻ്റെ ഈ ടേബിളായിരുന്നു. ഞങ്ങളിങ്ങനെ വെള്ളമടിക്കുന്ന പോലെയൊക്കെ ചെറിയ സ്റ്റംപ് ഗ്ലാസ് ഒക്കെ ഉണ്ട്. ചേച്ചിയെല്ലാം വെച്ചാൽ ഭയങ്കര വില കൂടിയ സ്റ്റംപ് ഗ്ലാസ് അതൊക്കെ എടുത്തിട്ട് പെപ്സി കൊഴിച്ചുമ്മ. അപ്പോൾ സാറ് ചച്ചാ വില്ലൻ, കോയാൻ വില്ലൻ, സജു ഉണ്ട്. സജു എന്ന് പറഞ്ഞാൽ സജു ഞാനും കൂടെ ഇടിയൊക്കെ ഇരുന്ന ചാലിജിന്റെ ബെഡ് വലിയ ബെഡാണ്, ഇങ്ങനെ സ്പോഞ്ചോ ഇങ്ങനെ. അത് മറ്റേ സ്റ്റേജ് പോലെ കാറ്റടി കമ്പ്. അന്ന് സാറ് വീട് വന്നപ്പോൾ കാറ്റടി കമ്പ് ഇട്ടിട്ട് ഹൈഡ്രാലിക്കിൻ്റെ ഉണ്ടാക്കിയത്. ഹൈഡ്രാലിക്കിൻ്റെ പക്ഷെ അത് ഇത്ര സക്സസ് ആയില്ല. അത് തന്നെ കളഞ്ഞിട്ട് ചാലിജിക്ക് വലിയ വാട്ടർ ബെഡ് പോലത്തെ വലിയ ഒരു 2 അടി പൊക്കത്തിന് ഫുള്ള് കുഷ്യനാണ്. അപ്പോൾ ഈ ഞങ്ങൾ പോയിട്ട് ഇടിയിട്ട് ഇതിന് മേളിലേക്ക് മാറി. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ ഞങ്ങൾ ഈ ഇടിച്ച് പറയുമ്പോൾ ഇതുമേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചാലിജ് പിന്നെ ടോയ്സ് ഉണ്ട്, കാറുണ്ട്, ഈ മിനിച്ചർ കാറ്. അന്ന് ഞങ്ങൾ ലാൻഡ് മാർക്കിൽ പോകുമ്പോൾ ചാലിജ് ഫസ്റ്റ് വാങ്ങിക്കാൻ ഓരോ മോഡൽ കാർ ഇറങ്ങുമ്പോഴും വാങ്ങിക്കും. അത് മിനിച്ചർ, അതായത് ഒരു അന്ന് എൻ്റെ 1500-2000 രൂപയ്ക്ക് ഉണ്ട് അതിൻ്റെ വില. ബെൻസിൻ്റെ എല്ലാം ബിഎംഡബ്ല്യൂ എല്ലാം. ഇതിൻ്റെ അത് ഒരു പാഴ്സായിട്ട് വന്ന പിന്നെ അത് ജോയിൻറ്റ് ചെയ്യണത് ഞാനും ചാലിജും കൂടി ഇന്ന് ജോയിൻറ്റ് ചെയ്ത് ഓരോ പീസ് അതിൻ്റെ അനുസരിച്ച് പീസ് ഉണ്ടാക്കി അതിൻ്റെ മോഡൽ കറക്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനാണ് ചാലിജ് വേണം നമുക്ക് ലാൻഡ് മാർക്കിൽ ചെന്ന് നിങ്ങും പക്കം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ അതെല്ലാം അന്ന് ആ ഷൂട്ടിങ് എടുത്ത് പിന്നെ ഈ ഇടി സിനിമ എടുത്ത് ഞങ്ങൾ പുഷ്പ ഷോപ്പ് എന്ന് പറയുന്ന ഷോപ്പുണ്ട്, അതിൻ്റെ മിനിച്ചർ. അപ്പോൾ ഈ പുഷ്പ ഷോപ്പ് വലിയ ആദ്യമായിട്ട് സൂപ്പർ മാർക്കറ്റ് വന്ന പുഷ്പ ഷോപ്പ് നമ്മുടെ അടയാറിൽ സിഗ്നലിൽ പോയി. ഞങ്ങൾ ശിക്ഷ സ്കൂളിലേക്ക് പോകണോ, ഞങ്ങൾ പണ്ട് താമസിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മിനിച്ചർ ഉണ്ടാക്കണം, ബോംബ് ഇടണോടാന്ന് പറഞ്ഞു. നമുക്ക് ബോംബ് കത്തിയെന്ന് പോയി. അപ്പോൾ വീട്ടിൽ ഇഷ്ടംമാതിരി പെയിൻറ്റും പണിയൊക്കെ ഇറങ്ങണില്ല, ടിന്നറൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അത് ലാസ്റ്റ് തെർമോക്കോൾ കൊണ്ട് ഈ ഷോപ്പ് ഉണ്ടാക്കി. സെയിം ഒരുമാതിരി ആ ഷോപ്പിനെ പോലത്തെ ഞാൻ മിനിച്ചർ ഉണ്ടാക്കി. തെർമോക്കോളല്ലേ ഒരു ഇങ്ങനെ ഡമ്മിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വെച്ച്. അപ്പോൾ ഈ ദീപാവലി ആയിരുന്നു, കുറെ ഗുണ്ടൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പടക്കം വെച്ച് എല്ലാം സെറ്റപ്പ് ചെയ്ത് കത്തിച്ച്. അപ്പോൾ ചച്ചായൊക്കെ ഉണ്ട്, ചച്ചാ സക്കരി സക്കരി എല്ലാം ഷൂട്ടിങ് എടുത്ത് ഇതിന് തീ കൊടുത്തപ്പോൾ കുറേ ഗുണ്ടും റോക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വീട്ടിൽ മറ്റേ രാജമ്മ എന്ന് പറഞ്ഞ ഒരു പണിയാറുണ്ടായിരുന്നു ക്ലീനിങ്. അവർ തുണി അപ്പുറത്ത് അറിയിട്ടുണ്ടായിരുന്നു, സാരിയൊക്കെ വരും. ഇത് കത്തി പിടിച്ചിട്ട് പെട്ടെന്ന് ഈ റോക്കറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാഞ്ഞ് ഈ ക്യാമറയുടെ സൗണ്ടും പോയി പൊട്ടി, ഭയങ്കര സൗണ്ട് പൊട്ടി. അപ്പുറത്തുള്ള ഞങ്ങളുടെ വീട് മേളിലൊക്കെ അടുത്ത വീടുണ്ടായിരുന്നു. അയ്യോ മമ്മൂട്ടിയുടെ വീട്ടില് തീ പിടിച്ച് പത്തിക്കിട്ടേ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി തീ പിടിച്ചെന്ന് പറഞ്ഞു ഭയങ്കര തീയായിപ്പോയി. ടിന്നർ ഞാൻ ഈ ഷൂട്ടിങ് പോയാൽ കണ്ടോ, ചെറിയ ടിന്നകത്താക്കി ടിന്നർ ഈ പെട്രോൾ വെച്ചിട്ട് ഒരു ഫ്ലാഷ്. ഞാൻ അതേപോലെ കുറെ ടിന്നറൊക്കെ കൊണ്ട് വെച്ചു. ഇന്നത്തെ ഇഷ്ടംപോലെ ടിന്നർ വീട്ടിലിരിക്കുക വേണ്ടി. അപ്പൊ ഞാൻ അതൊക്കെ കൊണ്ട് വെച്ച് അതെല്ലാം വെച്ച് ഇത് കത്തിയിട്ട് പൊട്ടിത്തെറിച്ച് മൊത്തം ഭയങ്കര ഫുൾ തീയായി പോയി. തീയായി പോയിട്ട് പിന്നെ സക്കരി കാണിക്കുന്നു പുള്ളി ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ സൗണ്ടൊന്നുമില്ല. സൗണ്ട് ചാരിച്ച് കരയാൻ തുടങ്ങി. സൗണ്ട് പുതിയ ക്യാമറ ഇതാ ഷാർപ്പിൻ്റെ വാപ്പിച്ച് കുഴപ്പറയും അതിൻ്റെ സൗണ്ടും പോയില്ല. പിന്നെ അത് ശരിയാക്കി. അത് അന്നത്തെ കാലത്ത് ഒരു 50 പൈസയുടെ മുഴുപ്പാണ് സ്പീക്കർ. അന്നൊക്കെ നമുക്കത് ഭയങ്കര, അതായത് 20-25 വർഷം മുമ്പ്. ഒരു ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് പോകണം 1994 ഞങ്ങൾ പുതിയ വീട് വെച്ചത്. 94 വാടകക്കായിരുന്നു അവിടെ സാർ കട്ടങ്കാലം. അവിടെ നിന്ന് പുതിയ വീട് വെച്ചിട്ട് ഞങ്ങൾ പുതിയ വീട് വന്ന് അത് കഴിഞ്ഞ സമയത്ത് കേരളാസ് കഴിഞ്ഞ സമയത്താണ് സാറ് ഷോയ്ക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ സാറൊക്കെ ചേച്ചിയും സാറും കൂടി ഒത്തിരി വീട്ടിലേക്ക് അധികം ഫർണിച്ചറൊന്നും ഈ കുറയൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ ദുബായിന്ന് വരുമ്പോഴാണ് ചേച്ചി കുറേ കളക്ട് ചെയ്ത് അതിനാണ്ട് പോയി കേട്ടോ. വീട്ടിൽ പറ്റാം ഫുള്ള് കിച്ചണിലെ ഐറ്റങ്ങളും ഒത്തിരി സാധനങ്ങൾ. അതൊരു വലിയൊരു ബോക്സിനകത്ത് അവിടെ നിന്ന് ഫുൾ സാധനം. അത് നമ്മുടെ ചായ അരിക്കുന്ന അരപ്പോട്ട് ഫുൾ സാധനം ഫുൾ ദുബായിന്ന് വലിയ ഇതൊക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ട്.
മമ്മൂക്കയുടെ വീടാണ് അല്ലേ? സാറിൻ്റെ ഞങ്ങളുടെ വീടുണ്ട്. ഓ ശരി. അത് മമ്മൂക്കയുടെ കൂടെയുള്ള ഓരോ ഓർമ്മകളും ഓർത്തിരിക്കാനായിട്ട് ഇതാ ഫോട്ടോയൊക്കെ അതേപോലെ സൂക്ഷിച്ചു വെച്ചേക്കാണ്. ഇത് ഞങ്ങളുടെ ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂം കണ്ടാക്കിയാണ്. ഇത് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സിറ്റി പണ്ടത്തെ ഫാനാണ്. ആ വലിയ ഫാൻ കൊണ്ട് ശരി എല്ലാം. ഇത് പിന്നെ ഇതാണ് സ്റ്റെയർ. ഞങ്ങൾ ഇവിടെ ചാടി, ഞാൻ ഇവിടെ പോകുമ്പോൾ ഇവിടുന്ന് ചാടി നിൽക്കും, ഒളിച്ചിരിക്കും. ഞാൻ ഇവിടെ നിന്ന് ചാടി എൻ്റെ തുടക്കും. ഇത് ഞങ്ങളുടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം. ഇത് പണ്ട് പത്രത്തിൽ നമ്മുടെ ന്യൂസിലൊക്കെ ആയിട്ട് അന്ന് ഞാനല്ല വെള്ളി നക്ഷത്രമായിരുന്നു. വെള്ളി നക്ഷത്രം ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഫുഡൊക്കെ കൊണ്ട് അത് വെള്ളി നക്ഷത്രം നല്ല ഇതായിരുന്നു. അത് യേശുദാസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു, റിപ്പോർട്ടുണ്ട്. യേശുദാസും ഒരു ഫോട്ടോഗ്രാഫറും. അത് ഇതാ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. നല്ലതായിരുന്നു. അപ്പം പുള്ളി എടുക്കുമായിരുന്നു. ഞാൻ സാധനം ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ട് ഞങ്ങൾ ഇവിടെ ഈ മഴയ്ക്ക് മുൻപേ പിന്നെ ഒത്തിരി പടത്തിൻ്റെ ഞാൻ കുക്കായിട്ട് കിങ് വരെ കുക്കായിട്ടിരുന്നു. പിന്നെ ഡ്രൈവറാണ്. അത് ശരി. കിങ്ങിൻ്റെ ഷൂട്ടിംഗ് വരെ ഞാൻ അടിപൊളി പടമായിരുന്നല്ലോ ആ സമയത്ത്. അതായത് 95-ലാണ് ഇവർ യൂണിയൻ ആരംഭിക്കണം. മറ്റേ അമ്മയുടെ യൂണിയൻ കിങ് സമയത്ത് അദ്ദേഹം ഇങ്ങനെ മുടി പുറകിൽ നീട്ടി വളർത്തിയിട്ടുള്ള അമ്മയുടെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണത് ലാസ്റ്റ് കോഴിക്കോട്, അതായത് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അത് 25 ജനുവരി ആയിരുന്നു. ജനുവരിയിൽ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ന്യൂ ഇയറൊക്കെ ഞങ്ങൾ കൂടുന്നത് തിരുവനന്തപുരത്ത് പങ്കജ ഹോട്ടലൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് എറണാകുളത്ത് പിന്നെ കോഴിക്കോട്. അങ്ങനെ 3 സ്റ്റേജ് ഷോ ആയിരുന്നു. ഈ കളക്ഷൻ പൈസ ഈ ഇതിന് കിട്ടാൻ വേണ്ടി. ഇതിൻ്റെ അമ്മയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇത് നടക്കണത് തൃശ്ശൂർ ഒരു ഹോട്ടലിൽ. ഞാൻ ആദ്യമായിട്ട് അന്നു ഉറുഷി അവരെയൊക്കെ കാണുന്ന ഞാൻ ആദ്യമായിട്ട് ഞാൻ ഡ്രൈവറായിട്ട് പറഞ്ഞു. അന്ന് തന്നെ കൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുന്ന ആന്റണി ചേട്ടനായിരുന്നു. ആന്റണി ചേട്ടൻ അവന്. അപ്പം ആന്റണി ചേട്ടൻ എനിക്കറിയാൻ പറ്റില്ല. എന്നെ ഒന്ന് കുഞ്ഞുമോനാണ് ഡ്രൈവർ, മമ്മൂക്ക ഡ്രൈവർ. അവൻ ഇവിടെ തന്നെ. അപ്പം ഞങ്ങൾ പാലക്കാട് ഷൂട്ടിങ് നടത്തി. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഷൂട്ടിങ്ങിന് ഒറ്റപ്പാലത്ത് ഷൂട്ടിങ് ഏതൊരു പടത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രൈവറായിട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ നിന്ന് അപ്പോൾ അന്നാണ് ഈ അമ്മയുടെ ശരിക്കും സ്റ്റാർട്ട് ചെയ്യണം അവിടെ വെച്ചാൽ. അന്നാണ് ഞാൻ ഇവരെ കാണുന്നത് തൃശ്ശൂർ ഹോട്ടലിൽ വെച്ച്. അന്ന് ഞാൻ ആദ്യമായിട്ട് ഇവരെ എല്ലാവരും കാണുന്നത് അവിടെ വെച്ച്. ഏത് വർഷമായിരിക്കും അത്? 95 ഇതെനിക്കറിയാം. ഇവർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയാം. മറ്റേ തിരുവനന്തപുരത്ത് സ്റ്റേജ് ഷോ ഒക്കെ ഞങ്ങൾ ഹോട്ടലിൽ താമസിക്കുമ്പോഴൊക്കെ എനിക്കറിയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി 3 ഷോ നടത്തി. അതൊക്കെ ഞാൻ ഓർക്കും. ലാസ്റ്റ് ഷോ കഴിഞ്ഞിട്ടാണ് കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷൂട്ടിങ് കോഴിക്കോട് ഒന്ന് തീർന്നിട്ട് ഞങ്ങൾ പിന്നെ ഷാജി കൈലാസിൻ്റെ കിങ്ങിൻ്റെ ഷൂട്ടിങ് തുടങ്ങുമായിരുന്നു അവിടെ വെച്ച്. ഇതായിരുന്നു മറ്റേ ഇത് മഹാറാണി ഹോട്ടലായിരുന്നു. സാറ് മലബാർ പാലസ് താമസിച്ചു. മലബാർ പാലസ് സാറിൻ്റെ ഇത്. അപ്പോൾ കിങ്ങിൻ്റെ ഷൂട്ടിങ് അവിടെ വെച്ച് തുടങ്ങി. അന്നേരം ഞാൻ ഡ്രൈവറായി. പിന്നെ കുക്കിനെ അഴകിരൻ ഷൂട്ടിങ് തിയേറ്ററിൽ വെച്ച് വരുമ്പോൾ ഒരു കുക്കിനെ കിട്ടിയായിരുന്നു. മഴയത്ത് വന്നപ്പോൾ പാലക്കാട് വെച്ചായിരുന്നു. പാലക്കാട് മറ്റേ ഇന്ദ്രപ്രസാദ് അവിടെ താമസിച്ചു. അവിടെ വെച്ചൊരു കുക്ക് മറ്റേ തിരുവനന്തപുരംകാർ ബാബുച്ചൻ്റെ കൂടെ കുക്കായിട്ടൊന്നൊരു പയ്യനുണ്ട് ചെറിയ. അവനെ തമ്പി എന്ന് പറഞ്ഞു. അവൻ പിന്നെ എൻ്റെ കൂടെ ഇന്ന് പഠിപ്പിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ അവൻ പിന്നെ ഇതായി. ഞാൻ ഇതുമായി ഡ്രൈവറും കുക്കായി. ഞാൻ രാവിലെ ഞാൻ പോയിട്ട് വണ്ടിയൊക്കെ കഴിയിടും. പിന്നെ സാറ് വണ്ടി കഴിയിടും. സാറങ്ങ് വണ്ടി ഇതായിട്ട് പോകും. പിന്നെ അങ്ങനെ മമ്മൂക്കയുടെ വിശേഷങ്ങളൊന്ന് പറഞ്ഞിട്ട് അത് തുടങ്ങിയിട്ട് അത് നിർത്തണില്ല കേട്ടോ. ഞാൻ ഈ ക്യാമറ ഒന്ന് എടുത്തുകൊണ്ട് മാറ്റി ഒന്ന് ഇരിക്കുക, കൈയൊക്കെ പിടിച്ചിട്ട് വേദന എടുക്കാൻ തന്നെ ഈ ക്യാമറ പിടിച്ചിട്ട്. അപ്പോൾ അത് നിർത്തണില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് മൊത്തം ഈ അവാർഡാണ്. ഫിലിം ഫെയർ അവാർഡ്, നാഷണൽ അവാർഡ്, ഇത് മൊത്തം ഇരിക്കുന്നത്. ഇത് സാറിന്റെ അവാർഡുകളാണ് ഇരിക്കുന്നത്. സാറിന്റെ ഓഫീസ് റൂമാണ്. ഇത് അലമാരിയുടെ മുകളിൽ ഇത് സാറിന്റെ ഓഫീസ് റൂം. ഞാൻ കിടന്നുറങ്ങണ ഇവിടെ ആയിരുന്നു. ഇവിടെ TV ഉണ്ട്. ഇവിടെ കിടന്ന ഞാൻ പറഞ്ഞു. ഇവിടെ സ്റ്റെയർ ഉണ്ട് സാർ ഇറങ്ങി. അപ്പൊ ചാലുജി ഇടയ്ക്ക് വരും. ഞാനൊക്കെ ഞങ്ങൾ TV കാണുന്ന ഇവിടെയാണ്. അപ്പുറത്ത് വേറെ TV ആണ് കേട്ടോ അന്ന്. ഇത് സാറിന്റെ ഓഫീസ് റൂം. ഇത് ഞങ്ങളുടെ സാർ ഇവിടെയാണ്. ഇതാണ് ഈസി ചെയർ സാർ ഇരിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ കട്ടിങ് ആയിരുന്നു. ഇവിടെ ഇവിടെ അക്വറിയം ഉണ്ടായിരുന്നു. അത് നിറച്ച് മീനൊക്കെ ഇട്ട് നല്ലതായിരുന്നു. ഇത് ഞങ്ങളുടെ ഇത് സാറിന്റെ എക്സസൈസ് റൂം മതി കാണുന്നത്. അന്ന് ഞങ്ങൾ ഈ കർട്ടൻ ഇട്ടേക്കുന്നില്ല. ഇതാണ് ഇതിനകത്ത് മൊത്തം ഡെയിലി രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യണം. ഇവിടെ സാറിന്റെ മുറി ഇതായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി വന്നാൽ ഇപ്പുറത്തേക്ക് കയറും.
ഇപ്പഴത്തെ ഇത് ചാലിച്ചിട്ട് റൂമാണ്. ചാലിച്ച് വെച്ചാൽ ദുൽഖർ റൂം. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സീരിയസാ. ഇതിന്റെ തന്നെ അത് തന്നെ ചുറ്റോട്ട് താഴത്തുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ഈ ചെടിയുടെ ഈ പടിപ്പര പണ്ട. നമുക്ക് അന്ന് ഈ പടിപ്പര നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പടിപ്പര പോലെ നാച്ചുറലുള്ള എന്ത് ഇത് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് സാറിൻ്റെ അല്ലോ. അതെ ഇതാണ് ഞങ്ങളുടെ പടിപ്പര. ഇതുണ്ട് അതെ ഇത് പടിപ്പര. ഈ ഫോട്ടോ എല്ലാം പോകാറായോ? അതിന്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ലാമിനേറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? അല്ല ഇത് ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ച് വയ്ക്കാമല്ലോ. എല്ലാം ഉണ്ട്, കുറേ ഉണ്ട് കുറച്ച്. ഇതാണ് ചാലിച്ചിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞേ കുഷിങ്ങാണ് ഞങ്ങൾ. ഒരു സെക്കൻഡ്. ഇവനെ വേലിന് ഇടയ്ക്കൊക്കെ കിട്ടണത്. അവന് ഭയങ്കര പേടി. വേല ചേച്ചിയുടെ കിച്ചണാട്ടാ. ഓക്കെ. ഇതാണ് ചേച്ചിയുടെ കിച്ചൺ. ഈ ഉറിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ ഉറിയില്ലേ, അത് ഈ ചേച്ചിയുടെ കിച്ചണ. അതായത് മൊത്തം ഡിഷ് വാഷ് മറ്റേ പാത്രങ്ങൾ കൊണ്ട് കുട്ടികൾക്കെല്ലാം ഫുള്ളായിട്ട് ചേച്ചിയുടെ സാധാരണ കിച്ചൺ അപ്പുറത്തുണ്ട്. ഇത് ഞങ്ങളുടെ തിയേറ്ററായിരുന്നു. ഇത് ഫുള്ള് തിയേറ്റർ. മമ്മൂക്കയുടെ തിയേറ്ററിൻ്റെ ഇതായിരുന്നു. ഓക്കെ. ഇത് ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാള്. ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കാണ് സാറിന്റെ. ഇത് ഞങ്ങളുടെ ഇതെല്ലാം ഞങ്ങൾ ഇത്. പക്ഷേ ഇതിപ്പോ എത്ര വർഷമായി ഫോട്ടോ എടുത്തിട്ട്? ഇത് ഞങ്ങൾ 94 എടുത്താണ്. 94 എടുത്ത് ഇത്രയും നാൾ. പക്ഷെ ഫോട്ടോയ്ക്ക് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇത് എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ കയറ്റി തിയേറ്റർ ഉണ്ട്. ഇതാണ് പ്രൊജക്ടർ. ഇത് മറ്റേ പപ്പായുടെ സ്വന്തം അപ്പൂസിനെ കൊണ്ടുപോകണം ഷൂട്ടിങ്ങിനെ കൊണ്ടുപോയില്ലേ, അത് ചെന്നൈയിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോകാൻ സ്ക്രീൻ. ഇത് മറ്റേ സ്ക്രീനിന് ഭിത്തിയിലാക്കി ഞങ്ങൾ. വീട് ഉണ്ട്. ഇങ്ങനെ കാർപോർച്ച് ഉണ്ട്. ഈ കാർപോർച്ച് ഞാൻ ചാലിച്ചിട്ട് നിന്ന് വർത്തനം ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ഇത് ഇതാണ് ഇത്താത്തയുടെ റൂം കേട്ടോ. ഇത്താത്ത എന്ന് പറഞ്ഞാൽ സ്വർണ്ണ റൂം. ഇതാണ് എൻ്റെ പടിപ്പര. ഈ പടിപ്പരയാണ് ഇരിക്കുന്നത്. ഈ പടിപ്പരയാണ് കാണിച്ചത്. ഓ ഇതാണ്. ഓക്കെ. ഈ പടിപ്പരയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ മമ്മൂക്കയുടെ പടിപ്പുര, ചെന്നൈയിലെ വീട്ടിലെ. ഇത് ഞങ്ങളുടെ ഡ്രൈവർമാരുടെ റൂമായിരുന്നു എൻ്റെ മേലിൽ. ഡ്രൈവർമാർക്കായിട്ട് ഒരു അടിപൊളി റൂം തന്നെ മുകളിൽ. പക്ഷെ ഞങ്ങളങ്ങനെ അവിടെ കിടക്കാറില്ല. ഇത്താത്താക്ക് വേണ്ടി ആർട്ട് വേണ്ടി ചെയ്ത് അതിൻ്റെ ഒരു റൂം ഞങ്ങൾ ഇത്താത്താക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ മുള കൊണ്ടൊക്കെ ഇത് ചെയ്തായിരുന്നേ. ഈ റൂം മറ്റേ മുള കൊണ്ട് മറ്റേ ആർട്ട് തുറക്കാനും മറ്റേ ബോർഡ് ചെറിയൊരു ഏണിയൊക്കെ ഉണ്ടായിട്ട് ഇത്താത്താക്ക് ഞങ്ങൾ ഡ്രൈവർ റൂമെന്നുണ്ട് ഞങ്ങൾ കിടക്കാറില്ല. അത് മൂക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ ഇവിടെ ബാത്റൂം, ഒരു ബാത്റൂം റൂം മാത്രമാണ്. അത് ഇത്താത്താക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അത് സെറ്റ് ചെയ്തതാണ്. ഇതായിട്ട് വേണ്ടി അല്ലെ മറ്റേ കാറ്റടി കൊണ്ട് സ്റ്റാവ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പടം വരയ്ക്കണം. മമ്മൂക്കയുടെ ഫോട്ടോ ഇത് മോനാണ്. അത് മോളോട്ട് കുഞ്ഞിൻ്റെ അടുത്ത മമ്മൂക്കയും നമ്മുടെ കുഞ്ഞുവൻ്റെ മക്കൾ രണ്ടുപേരാണ് നിൽക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പഴയത് സൂക്ഷിച്ചേക്കും അല്ലേ? പഴയ ത്രാസ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് സാറിൻ്റെ വീട്ടിൽ നിന്ന് എനിക്കിതൊന്നും വലിയ ഇതില്ല. ചേച്ചി എന്നെ ഇതെല്ലാം ഭയങ്കര കളക്ഷനായി ഈ പഴയ സാധനങ്ങൾ. പഴയ സാധനങ്ങളുടെ ഒരു കളക്ഷനാണ് ഇവിടെ. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം. ചേച്ചി എന്ന് പറഞ്ഞാൽ സാറിൻ്റെ വൈഫ്. ചേച്ചിന്ന് വിളിക്കാമല്ലോ. അപ്പൊ ഇത് പഴയൊരു ആ റേഡിയോ ഒന്ന് എടുത്തേ. ഇത് ചതുരപ്പുറയാട്ടോ. ചതുരപ്പുറ. ചതുരപ്പുറ എങ്ങനെ കിട്ടാനില്ല. ഒന്നെടുത്ത്. ഈ ചതുരപ്പുറ എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ റൗണ്ട് പറയുടെ ഇത് തന്നെ ചതുരപ്പുറ റേഡിയോ. ഇതൊക്കെ സാറിനൊക്കെ കൊടുക്കണമെന്നൊക്കെ വലിയ ഇതാ ഇതാ റേഡിയോ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവന്നു നല്ലപോലെ ഒന്ന് കാണാനായിട്ട്. അന്നത്തെ പിന്നുണ്ട്. ഓ ഇതൊക്കെ എനിക്ക് സാറിന് ചേച്ചിക്ക് ഭയങ്കര കളക്ഷൻ ഭയങ്കര ഇതാണ് വൈഫിന്. അവിടെ ഞാൻ കോഴിക്കോട് പോയിട്ട് ഞങ്ങൾ സാറിൻ്റെ വീട്ടിൽ ഒത്തിരി ഫർണിച്ചർ കോഴിക്കോട് പോയി ചേച്ചി കളക്ട് ചെയ്തിട്ട് ഞാൻ പോയി ട്രെയിനിൽ പോയി കൊണ്ടുവരും. അത് മറ്റേ ഇതാണ് മറ്റേ മുരളി മറ്റേ മഴത്തുമ്പിൻ്റെ ഷൂട്ടിങ് മുരളി സാറ് പ്രൊഡ്യൂസറുണ്ട്. പുള്ളിയാണ് പുള്ളിയെല്ലാം കളക്ട് ചെയ്ത് ചേച്ചിക്ക് കൊടുക്കുക. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവർ പൈസ കൊടുക്കുന്ന ചേച്ചിയൊക്കെ കൊടുക്കും. പിന്നെ പണ്ടത്തെ ഈ സ്വർണ്ണങ്ങളൊക്കെ ചെറിയ പണ്ടത്തെ ഈ മുസ്ലിംസിൻ്റെ പണ്ടത്തെ കല്ല് വെച്ച
കമ്മലി തോടായിരിക്കും. അതൊക്കെ ഞാൻ എന്നെ വിളിച്ച് സാറിന് പറഞ്ഞിട്ട് ഞാൻ പോയി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി സാധനം ചേച്ചിക്ക് ഈ പഴയതിനോട് ഭയങ്കര. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കിടന്നിട്ട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. ഞാൻ അവിടെ തന്നെ അതെല്ലാം പഠിച്ചത് എല്ലാവരുമായിട്ടുള്ള എന്നെ ശരിക്കും ഒരു നല്ല നീറ്റാക്കിയത് അവിടെ വീട്ടിൽ നിന്നിട്ടാണ്. ഞാൻ ഇതിലെ പഠിച്ചത് എല്ലാവരുമായിട്ടുള്ള സഹകരണവും. ചാലിജി എല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. ചാലിജി പറയും മറ്റേ നമ്മൾ ഭക്ഷണം കഴിയുമ്പോൾ ഇത് ഇതൊക്കെ കഴിയുമ്പോൾ സൗണ്ട് കേൾക്കരുത്, ടൈൽ മാനേഴ്സ്. അപ്പോൾ സാറും ചേച്ചി ഞങ്ങൾ ഭക്ഷണം കഴിയുമ്പോൾ ചേച്ചിയും സാറൊക്കെ അപ്പുറത്തിരിക്കുകയാണെങ്കിൽ ഞാനും ചാലിജും കൂടി ഒന്ന് ചെയ്യും. അതേമാതിരി ഞങ്ങൾ പ്രിവ്യൂ കാണാൻ പോയാൽ ശരി, ചാലിജിയും ഞാനെ കൂടി ഒന്ന് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ചെയ്യും. ഞങ്ങൾ മറ്റേ സാറിൻ്റെ മോഹൻലാൽ ലാലേട്ടൻ്റെ പടം പാസിന്റെ പടം കാണാൻ പോയിട്ട് സമിതി ഓർമ്മയായിട്ടൊക്കെ ഒരു പടം ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു കത്തിപ്പടം, ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ബോറുണ്ട്. ചാലിജിയും ഞാനും പോയി സരിയായിരുന്നു. ചേച്ചിയും സാറും സുറുമയും കൂടി ഇവിടെ ആയിരുന്നു മറ്റേ തിയേറ്റർ, മിനി തിയേറ്റർ ഉണ്ട് അവിടെ. മറ്റേ ഇതിൻ്റെ ആയിരുന്നു, ഏത് തിയേറ്റർ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഞങ്ങൾ 5 പേരല്ല ഞങ്ങൾ കാണാനായിട്ട്. ഭയങ്കര ബോറിയാവും. ഇതിനടി കണ്ടിട്ട് നാളെ വരും. കാരണം അതിന് ആ പടം മറ്റേ ലാലേട്ടൻ്റെ സമിതി ഓർമ്മ മറ്റേ ഇന്നസെന്റ് ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഒരുമാതിരി ചോക്ലേറ്റ് പോലത്തെ ഒരു വല്ലാത്ത ഒത്തിരി ആ പടങ്ങൾ നമുക്ക് തന്നെ ഒരു വല്ലാണ്ടായി. അത് സാറും ചേച്ചിയും സുറുമിയും കൂടി അവിടെ ഉണ്ട്. അത് ഇത്താത്ത അവിടെ ഇരുന്ന് പാവുണ്ട്. അത് ഇപ്പം അവിടെ എന്ന് വേണം ഞങ്ങൾ വണ്ടി പോകും. ഞങ്ങളുടെ 3 പോയിരിക്കും. സാറ് ചേച്ചിയും ഫ്രണ്ട് ഇരിക്കും വണ്ടി ഓടിക്കും. ഞാൻ വണ്ടി ഓടിക്കാമല്ലോടാ, ഞാൻ ഇവിടെ നിന്ന് ഇരിക്കും വണ്ടി ഓടിച്ച് പോകാൻ. ഞാൻ പുറകെ ഇരിക്കുള്ളൂ. എവിടെ നല്ല ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ 3 നമുക്കാണ് വണ്ടി ഓടിക്കണം. അത് ഇരുന്നിട്ടുണ്ടല്ല ഏത് എവിടെ നിന്ന് വന്നാലും. സാറ് വെച്ച് ഞാൻ 2-3 പ്രാവശ്യം വണ്ടി ഓടിച്ചിട്ടുള്ളൂ സത്യം. പക്ഷേ എന്നെ ഇഷ്ടമാണ് ഡ്രൈവിങ്, എൻ്റെ ഇഷ്ടമാണ്. ചേച്ചിക്കും പിള്ളേർക്കും ഒക്കെ ഇഷ്ടമാണ്. ഇത്താതായിരിക്കും എല്ലാവർക്കും. ഏത് ഇടവഴി കുഞ്ഞു വഴിയാണെങ്കിൽ കൂടി ശരി, ഞാൻ അതിൽ കൂടി വണ്ടി എടുത്ത് പോവുകയും ചെയ്യും. നല്ല സ്പീഡിൽ പോവുകയും ചെയ്യും. പിന്നെ സ്കിഡി ആയിട്ട് ഇവര് പിള്ളേർക്ക് 2 പേർക്കും എന്നെ വിളിച്ചിട്ടുണ്ട്. അടയാർ ബീച്ചിൽ കൊണ്ട് സ്കിഡ് ചെയ്യും വണ്ടി ഫുള്ളായിട്ട്. അത് ഇത്താത്തര കൂട്ടുകാർ 5 പിള്ളേരുണ്ട്. അവർ 5 ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു നല്ല ഒരു ബെൽറ്റാണ്. രേഷ്മ, റോസ്, ഐഷ, അങ്ങനെ 5 പിള്ളേർ ഇത്താത്തായും കൂട്ടി അതുങ്ങളുണ്ട്. ദീപ്ഷിക്കയുടെ ഈയിടെ എന്തോ ഒരു ഡൽഹി പോയിട്ട് സുർമിയുടെ ഒരു ആർട്ടിൻ്റെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടി ഒന്നിച്ചായിരുന്നു മറ്റേ ഇതൊക്കെ പഠിക്കുന്നത്, ആർട്ട് വർക്കൊക്കെ പഠിക്കാൻ സ്കൂളിൽ. അപ്പോൾ ഇവർ 5 പിള്ളേരുണ്ട്. ചാലുജിക്ക് കരൺ ചന്തോക്ക്, മറ്റേ JK ടയറിൻ്റെ കരൺ ചന്തോക്ക്, മുത്ത് ചെട്ടിനാടിൻ്റെ മുത്ത്, കരൺ ചന്തോക്ക്, പിന്നെ വെങ്കിട്ടൻ അത്ര ഇതില്ല. നല്ലൊരു അവന് ചാലിജിക്ക് ഒരു 4 നല്ല ഫ്രണ്ട്. അവർക്ക് എന്നെ വലിയ കാര്യം. അപ്പോൾ ഇവരൊക്കെ കൂടി കയറുന്നുണ്ട്. കുഞ്ഞാങ്ങളുടെ വാടാ നമുക്ക് സ്കിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ 2 മണിയാകുമ്പോൾ പോകും. ചേച്ചിയാണ് കറക്റ്റ് പെട്രോളിൻ്റെ കറക്റ്റ് അറിയാം. ചേച്ചി ഇവിടുന്ന് പോയി ഈ പെട്രോൾ ഇവര് ഒരു രക്ഷയില്ല വാടാന്ന് വെച്ചാൽ. അപ്പോൾ എനിക്കറിയാം, കാരണം ചേച്ചി 200 രൂപയ്ക്ക് അന്ന് 200 രൂപയ്ക്ക് എങ്ങനെ പെട്രോൾ അടിക്കുന്നു. അന്നൊക്കെ അത്ര വാങ്ങിയല്ല, 200 രൂപ ചേച്ചി അടിക്കല്ലോ. 1 200 രൂപയ്ക്ക് അടിക്കും. നിങ്ങൾ അധികം ഓടിച്ച് ചേച്ചി അതുകൊണ്ട് ആ കറക്റ്റ് കാശ് തരും. എനിക്കാ പോയത് ഇത് കഴിയുമ്പോൾ പെട്രോൾ ഇരുന്ന് ചേച്ചി. അപ്പോൾ ഇന്നലെ അടിച്ചേ അടിച്ചെന്ന് ചോദിക്കും. അപ്പോൾ ചേച്ചി അത് എനിക്ക് പറയാൻ പറ്റില്ല. അത് നീ മുച്ചേർന്ന് മിണ്ടരുതെന്ന് പറയും. ഞാൻ ഇതുങ്ങളുമായിട്ട് പോയിട്ട് പിന്നെ ബീച്ചിൽ പോയി സ്കിറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി റൈസ് ചെയ്തിട്ട് പെട്രോളൊന്നും വൈകി കിട്ടിയത്. അപ്പോൾ ഏത് വണ്ടിയായിരുന്നു അന്ന് മാരുതി സെന്നായിരുന്നു. ആ വണ്ടിയാണ് രാജീവ് അഞ്ചലാണ് ഡയറക്ടർ ഒന്നും വാങ്ങിച്ചായിരുന്നു. ഞങ്ങളുടെ വണ്ടി വാങ്ങിച്ചൊരു മഞ്ഞ കളർ ഇതായിരുന്നു. അത് കോഴിക്കോട് നിന്ന് മഞ്ഞൾ ഇത് വാങ്ങിച്ചിട്ട് സെന്ന് വാങ്ങിച്ചിട്ട് സാറ് പെയിന്റ് അടിപ്പിച്ച മഞ്ഞ കളർ. എന്നിട്ട് നമ്മുടെ കമ്പനി വന്ന മഞ്ഞയല്ല, ഒത്തിരി നല്ല രസമുള്ളൊരു ഡാർക്കുമാണ്. ഒത്തിരി ഡാർക്ക് വരാത്തൊരു അലവിയിലേക്ക് ഇട്ട് നല്ല വണ്ടി. അപ്പോൾ ഞങ്ങളൊരു സ്കിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ബീച്ച് ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ അവിടെ ബീച്ചിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങളെ ഈ വണ്ടി കാണുമ്പോൾ ഈ സെക്യൂരിറ്റിക്കാർ സ്കിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അവരവിടെ നിന്ന് ഓടി വരുമ്പോൾ തന്നെ ഞാൻ സ്കിറ്റ് ചെയ്തിട്ട് പോയി. അപ്പോൾ ഈ പൊടി ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ശല്യം. പിന്നെ ഇഷ്ടിയൊക്കെ എടുത്ത് തെറിയാൻ വേണ്ടിയിട്ട് ഈ വണ്ടി അങ്ങ് ചെല്ലുമ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി അടുത്ത സ്ഥലത്ത് പോകും. അപ്പോൾ ഇത്താത്തര കൂട്ടുകാരുണ്ട് പിള്ളേർ, അവരും ഞങ്ങൾ പാടാന്ന് കൊണ്ടുപോയി സ്കിറ്റ് ചെയ്യുന്നുണ്ട്. അവരെയും കൊണ്ട് സ്കിറ്റ് ചെയ്യും. ഇത്താത്തന്നെ ഡ്രൈവിംഗ് എല്ലാം പഠിപ്പിച്ചത് പഠിച്ചെങ്കിൽ ഇത്താനെ പാർക്കിങ് അതൊക്കെ ഞാൻ കൂടുതൽ പഠിപ്പിച്ചത്. ഞങ്ങളുടെ ബസ് ഇഷ്ടംമാതിരി ഏരിയയാണ്. ഞാൻ ഇങ്ങനെ കട്ട വെച്ചിട്ട് മരത്തിനകത്ത് കറക്റ്റ് പാർക്കിംഗ് ആദ്യം പഠിപ്പിച്ചത്. കാരണം അവിടെയൊക്കെ ഒരേ ഷോപ്പിംഗ് നമുക്കറിയാം, ഈ പോകുമ്പോൾ പാർക്കിംഗ് ഭയങ്കരമാണ്. ഡ്രൈവിംഗ് അല്ല ശരിക്കും പറഞ്ഞാൽ, ഡ്രൈവിംഗിൽ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വേണം ടൗണിലൊക്കെ ശരി. അതുകൊണ്ട് ഇത്താത്തനൊക്കെ ഞാൻ ശരിക്കും ആ ഒരു കറക്റ്റായിട്ട് പഠിക്കും. ഇത്താത്ത നന്നായിട്ട് പാർക്ക്. അപ്പോൾ ഇത് ചാലിജ് അങ്ങനെയില്ല. ചാലിജ് ഞങ്ങളുടെ മടിയിരുന്ന് ഞങ്ങൾ അംഗസ്വാമിയുടെ കൊടുത്തുനിന്ന് പഠിച്ചാലും
എൻ്റെ വഴിയിൽ നിന്ന് വിളിച്ചാലും പിന്നെ വലുതാക്കി കഴിയുമ്പോൾ ചാലഞ്ച് സ്വന്തമായിട്ട് ഓടിക്കും. പിന്നെ ഞങ്ങൾ ട്യൂഷൻ പോകുമ്പോഴൊക്കെ ചാലഞ്ച് കയറി ഞാൻ കൂടി ചില സ്ഥലത്തൊക്കെ നമുക്കറിയാം പോലീസ് പ്രശ്നമില്ല, ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവനും കൂടി വഴക്കുണ്ടാക്കും. ചിലപ്പോൾ എനിക്കിട്ട് ഞാൻ പറയും വേറി ഞാൻ ഓടിക്കാം, പിള്ളേർ വീട്ടിൽ നിന്ന് ഓടിക്കാൻ ഞാൻ പറഞ്ഞു വേണ്ട മാറിയിരിക്കാൻ പറയും. അപ്പുറത്ത് ഇത് മാറിയല്ലോ പിന്നെ ഞാൻ എടുത്തൊക്കെ മാറ്റും. പിന്നെ എന്നോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും, വഴക്കം മിണ്ടാണ്ടിരിക്കും. വീട്ടിൽ ചെല്ലും പൊക്കോളും. പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകും. അവിടെ ബിരിയാണി ഉണ്ട്, ഇക്കാളെ ബിരിയാണി. അപ്പം അന്ന് എൻ്റെ 18 രൂപയുള്ള ഒരു ഫുൾ ബിരിയാണി. ഞങ്ങൾ ബിരിയാണി കഴിക്കും. എന്നിട്ട് ഈ ഇറച്ചി മൊത്തം എനിക്ക് തരും. ഇവൻ റൈസ് തിന്നണം, ഇവൻ റൈസ് മൊത്തം കഴിക്കും. അത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് പ്ലാറ്റ്ഫോമിൽ കഴിക്കും. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം കഴിക്കുമ്പോൾ ഈ വിക്രം വന്ന് അതിൽ സ്റ്റാർ എന്ന് അല്ലെങ്കിൽ പുള്ളി നടന്നു പോകും. പുള്ളി ബസ്നർ ബീച്ച് കൂടെ നടന്നു. ഞാനും ചാലഞ്ചി പ്ലാറ്റ്ഫോമിൽ നിന്ന് വർഷം ഇത് കഴിച്ചിട്ടിരിക്കുക. അപ്പം അവർക്കും അറിയാം, വണ്ടി കണ്ട എല്ലാവർക്കും അറിയാം. ഈ 3-6 എല്ലാവർക്കും അറിയാൻ വണ്ടി മാറ്റിയിട്ട് ഞങ്ങളിവിടെ അടുത്ത വർഷം കഴിക്കും. ഇവനും വലിയ വിക്രമാന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ പുള്ളിക്കും അറിയാൻ പറ്റില്ല ഞങ്ങളുടെ ആളാ മമ്മൂട്ടിയുടെ മോനാന്ന് അറിയില്ല. അറിയാൻ ഞങ്ങളവിടുന്ന് വർഷം കഴിയും. അപ്പം നിങ്ങളോട് സംസാരിക്കാറുന്നില്ലേ വിക്രം? ഇല്ല, ചിരിച്ച് കാണിക്കുന്നത് പുള്ളിക്കും അറിയാൻ പറ്റില്ല. അത് വണ്ടി നമുക്ക് അറിയാം, അല്ലാണ്ട് വണ്ടി മാറ്റിയിട്ടേക്ക് ഞാൻ ചിലപ്പോൾ വണ്ടി മേല അന്ന് ലൂസിയുടെ കാറൊക്കെ ഉണ്ട്, അതിനകത്ത് വർഷം കഴിക്കും. അന്നേരമൊക്കെ കാണുമ്പോൾ പുള്ളി നോക്കിയിട്ട് പോകും. എല്ലാവരും വിക്രമിന്റെ വീടിന്റെ അപ്പുറത്തൊക്കെ ഇരുന്ന് ഞങ്ങൾ വർഷം കഴിക്കാൻ എപ്പോഴും. മമ്മൂക്കയുടെ വീടിനടുത്തൊക്കെ തന്നെയാണ് വിക്രത്തിന്റെ വീട്. ബസ് എന്നറിയില്ല, ഞങ്ങൾ ഇത് സത്യ സ്റ്റുഡിയോ അത് കൂടി ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ ആ ഒരു ചുറ്റോടെ തന്നെ ഞങ്ങൾ അവിടെ തന്നെ എപ്പോഴും കറക്റ്റ്. അങ്ങനെ ഒരു കണക്ഷൻ വെച്ചിട്ടാണോ ധ്രുവത്തിലൊക്കെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചത്? ഇല്ല, അന്നേരമൊക്കെ പുള്ളി അതിനുകൂടെ പുള്ളി അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചാലഞ്ചൊക്കെ ഈ കഴിക്കണം. ഞങ്ങൾക്കറിയാം ഇന്നാളാന്ന് പറയാം, ചാലഞ്ചിക്ക് അറിയാം, എനിക്കും അറിയാം. ഞങ്ങൾ അതേ ഞങ്ങൾ ദോഷം കഴിക്കും. ഞങ്ങൾ അറിയാൻ പറ്റില്ല സാറിന് മോനാന്ന്. അങ്ങനെ ദോഷം കഴിക്കും. സാറിന്റെ മോനാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആകെ പുള്ളി വന്നിരുന്നേനെ. പുള്ളിക്കറിയാൻ പറ്റില്ല ഇത് ചാലു ചെയ്യാമെന്ന് അറിയാൻ പറ്റില്ല. ഞങ്ങളൊന്ന് വർഷം കഴിക്കാൻ. അതേപോലെ ചേച്ചി ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ ഈ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്താലും പേപ്പറൊക്കെ കൊടുക്കുമ്പോൾ ഈ നമ്മളിപ്പോഴത്തെ ആക്രി സാധനം കൊടുക്കുമ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ കാശ് തരും. അപ്പം ഈ കാശ് കൊണ്ട് നേരെ ബിരിയാണി അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ചാലഞ്ച് അറിയാം, മുച്ചിന് കാശ് തരും, നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകും. അപ്പോൾ ചേച്ചിയെ പൈസ ആയിരുമ്പോൾ ഞങ്ങൾ നേരെ ബിരിയാണി കഴിക്കാൻ പോയിട്ട് മറ്റേ ഇത്താത്തേക്ക് വാങ്ങിച്ചിട്ട് ചില സമയത്തൊക്കെ കൊച്ചു പോയിട്ട് ഇത്താത്ത അതെങ്ങനെ സൈലന്റ് ചെയ്യുക, ആരോട്ടും ഒരു നല്ല ഇതാണ്. പക്ഷെ അത് അതിൻ്റെ ഇതായിട്ട് പൊയ്ക്കോളും. അപ്പം അതിനുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കും. അതിന് മിഠായി മറ്റേ കുഞ്ഞ് ഗ്യാസ് മിഠായി, നാരങ്ങ മിഠായി, ജീര മിഠായി ഭയങ്കര. അപ്പം ഞാൻ ഈ പോണ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് കൊടുക്കും. അവൻ ചാറോ അടി അവൻ തടി കൊടുക്കണ്ട ചേച്ചിയും വഴക്കും അത് മിഠായി വാങ്ങിച്ചു കൊടുക്കരുത്, ഞാൻ നൈസായിട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഇത് എന്താണെന്നൊന്ന് പറഞ്ഞു തരാം. ഇത് വലിയൊരു മറ്റേ കപ്പലിനൊക്കെ വന്ന ചെയിനില്ലേ, വലിയ ചെയിനാണ്. ഇത് ട്രാൻസ്ഫോമറിനകത്ത് വരുന്ന സാധനം. ഈ വുഡ് ഇതിനകത്ത് ട്രാൻസ്ഫോമറില്ല, വലിയ ട്രാൻസ്ഫോമർ. അതിനകത്ത് തന്നെ ഈ ഓയിലും ഇതൊക്കെ കൂടി ഇല്ലേ, അതിനകത്ത് തന്നെ ഈ ഫ്ലൈവുഡ്. ഇതൊന്നും 2 പീസ് മാത്രമേ ഇവിടെയുള്ളൂ. ശരിക്കും ഒരു ഒത്തിരി സാധനം 5-8 പീസ് ഉണ്ട്. ഇതിന് ട്യൂബാണ് അവിടെ ഇരിക്കുന്നത്, ഗ്ലാസ്. എല്ലാത്തിലും കുഞ്ഞുവിനൊരു കലയുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് വീട് ചെറിയ വീടാണ്, അതുകൊണ്ട് നല്ലൊരു അല്ല അതിന് പണിയല്ലോ. അതുകൊണ്ടൊക്കെ എന്തായാലും വീടിനേക്കാൾ മനോഹരമാണ് നമ്മുടെ പാടി. എനിക്ക് അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഗാർഡനൊക്കെ ഇതൊക്കെ നല്ല ഔട്ടിൻ്റെ. ഇപ്പം ഞാൻ ഇവിടെ ശ്രദ്ധിച്ചെന്താണെന്നറിയാം, ഇവിടെ നമ്മുടെ ഈ പപ്പിക്കുഞ്ഞിൻ്റെ പേരെന്താ? പിങ്കിയുടെ വീട് തന്നെ, ആ കൂട് തന്നെ, അതിനകത്ത് പിങ്കിക്ക് കയറി ഇരിക്കാനുള്ള ഒരു തട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടേ പിങ്കി പിങ്കി ആ പിങ്കിക്ക് ഇരിക്കാനുള്ളൊരു തട്ട് വരെ അടിച്ചിട്ടുണ്ട്. എല്ലാത്തിലും പുള്ളി ഒരു കല ടച്ചുണ്ട്. മയിലിന് ഇവിടെ ഒരു വലിയ, അതായത് കഴിഞ്ഞ വർഷം ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു വലിയൊരു ഒരു ഏറുമാടം പോലെ ആയിരുന്നു അല്ലേ? എന്താ ഈ മയില് ഇവിടെ പറന്ന് കിടക്കണതാണ് അല്ലേ വീടിന്റെ? എത്ര മയില് കാണും ഈ സൈഡില്? ആണോ? ഇവര് എന്ന് ഇവിടെ വരും? രാത്രി ഉറങ്ങുന്നതൊക്കെ ഈ മരച്ചില്ലകളിൽ ഇരുന്നാണ്. ആ പുളിയെ കയറും അല്ലേ? എന്താ ഇവര് കഴിക്കണത്? അതിന് ഞാൻ കശുവണ്ടി, കപ്പലണ്ടി, ബീഫ്, മീൻ. ബീഫ് നന്നായിട്ട് കഴിക്കും. ബീഫ് ഫ്രൈ ഒക്കെ ആണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരും. ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചൂടോടെ കൊടുത്തു ബീഫൊക്കെ നന്നായിട്ട് കഴിക്കും. ബീഫും മീൻ കറിയൊക്കെ നന്നായിട്ട് കഴിക്കും. അങ്ങനെ ഫുഡ് നമ്മുടെ തോരൻ, അവിയൽ ഭയങ്കര ഇഷ്ടമാണല്ലേ?
ഞാൻ എന്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ അടുത്ത് വരും. കറക്റ്റായിട്ട് ഞാൻ ചട്ടാത്തിന് ഇളക്കിയിട്ട് കൊടുക്കും. വലിയ ചൂടോടെ തന്നെ കഴിച്ചു. ചൂടോടെ കഴിച്ചു കൊടുക്കും. കഴിച്ചു അതുകൊണ്ടാണ് പേടി. ഇവിടെ ഞാൻ കൊടുത്തു. അവൻ കഴിച്ചു. പേടിയാ. ഇവർക്ക് ഈ മയിലിനൊക്കെ ഒരു കൂട് അവിടെ ഉണ്ടായിരുന്നു. പുല്ല് പൊക്കി കമ്പി ഇട്ടിട്ട് അത് അവരതിൽ ഇങ്ങനെ കയറി അതിന്റെ മേളിലുണ്ടായിരുന്നു. അതുങ്ങൾ എല്ലായിടത്തൊക്കെ പോയിട്ട് വന്ന് അവിടെ കയറി ഇരിക്കുമായിരുന്നു. ആ കമ്പി എടുത്തിട്ടേക്കുന്നത് ഇതൊക്കെ അതിന്റെയാണ്. കുഞ്ഞുവന്റെ വൈഫാണ്. പേരെന്ന് പറഞ്ഞ ദീപ്തി. ഇത് ദീപ്തി, ഇത് മോള്. മോളുടെ പേരെന്താ? റോഷ്നി. മോൻ എന്ത് ചെയ്യും? മോൻ പുറത്തോട്ട് പോയി. മമ്മൊക്കെ ഉണ്ട് അതിനകത്ത്. സാറിന്റെ വാപ്പയുണ്ട്. സാറിന് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ അന്നത്തെ ഇത് ഞങ്ങളുടെ പ്ലാൻ കൊടുത്തത്. ദുൽഖർ എടുത്ത ഫോട്ടോ ഇതൊക്കെ. ദുൽഖർ ദുൽഖറാണ്. ഇല്ലില്ല, ഞാൻ നിൽക്കുന്നത് ചാലിനൊരു ക്യാമറ വാങ്ങിച്ചു കൊടുത്തു സാർ. അന്നേരം ഞാൻ ചാലി കൊണ്ട് സാറിൻ്റെ ഒരു സ്ഥലമുണ്ട് 80 ഏക്കർ. അന്നേരം പോയി ഫോട്ടോ എടുത്തതൊക്കെ. അതെ വാപ്പായി ഞാൻ ഭയങ്കര കൂട്ടത്. എൻ്റെ സാറിൻ്റെ പഴയ വീടാണ്, പണ്ടത്തെ വീടാണ്. ഞാൻ വീട്ടിൽ ഇറങ്ങിയത് വാപ്പാനെ കണ്ടിട്ട് അന്ന് കല്യാണത്തിന് മുമ്പ്. ഇവനാണ് പീലി കൂടുതലുള്ളത്. അല്ല, ഇതിന് വലുതുണ്ട്, വേറെ അടുത്തുണ്ട്. ആണോ? മമ്മൂക്കയുടെ വിശേഷങ്ങൾ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കാരണം ഞാൻ എന്ത് ചെയ്ത് പുള്ളിനെ നൈസായിട്ട് വേറെ കഥകളൊക്കെ പറയിപ്പിക്കാനായിട്ട് ഞാൻ ഈ പുഴയുടെ തീർത്തിട്ടുണ്ട് കൊണ്ടുപോകുന്നതാണ്. നിർത്തുന്നില്ല. വാചാലനാണ് മമ്മൂക്കയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്. ഇവർ എപ്പോൾ വന്നാലും ഇവൻ എപ്പോൾ ചെന്നൈയിൽ നിന്ന് വന്നാലും ഇവർ എല്ലാവരും കൂടെ കൂടി ഇടയ്ക്ക് എന്നെയും വിളിക്കും. ഇവിടെ വന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പോകാറുള്ളത്. ചാലു, ഞാൻ ഇവനും ഞങ്ങൾ 3 പേരായിരുന്നു ഷൂട്ടിങ്. മറ്റേ സിനിമ എടുത്തിരുന്നു. ഇവനായിരുന്നു അതിന്റെ വില്ലൻ. ഇവനും സാറിന്റെ അനിയനും വില്ലനായിരുന്നു. കോയായും വില്ലനായിരുന്നു അല്ലേ? കോയായും സാറിന്റെ അനിയൻ സക്കറിയ. ഞാൻ അതായത് രാജീവ് ചാൻ. സാറിന്നിട്ട് എഡിറ്റ്, സാറിന് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് സാറിന് കുറെ എഡിറ്റൊക്കെ ചെയ്തതാണ്. ആണോ? നമുക്ക് എഡിറ്റൊക്കെ ചെയ്തത് ശരിയാക്കിയായിരുന്നു സാറ്. ശരി. അത് പിന്നെ അതെന്തെന്ന് എനിക്കറിയാൻ പറ്റില്ല. ദുൽഖറിന് കുട്ടിക്കാലം മുതൽ സിനിമയോട് ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലേ? അന്ന് സാറ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പഠിച്ചവനായിരുന്നേ. ഞാൻ അന്ന് നമ്മുടെ ഇവിടെ ഇവിടെ വുഡ്ലാൻഡ്സ് അല്ല, മ്യൂസിക് അക്കാഡമി ഉണ്ട് ഗോവ. അവിടെ സാറ് പഠിക്കാൻ പോയിരുന്നു. കമ്പ്യൂട്ടർ പഠിക്കാൻ സ്റ്റാർട്ട് അന്നൊക്കെ കമ്പ്യൂട്ടറൊക്കെ ആയി തന്നെയുണ്ട്. പഠിച്ചിട്ട് അങ്ങനെ സാറ് പഠിച്ചു വരുമ്പോൾ ഒരാൾ പിന്നെ കോച്ചിങ്ങിന് വീട്ടിൽ വരുമായിരുന്നു. ഒരു പയ്യൻ വരും. അത് കഴിഞ്ഞിട്ട് സാറ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ചാലിജി ഷൂട്ടിങ് എടുത്തത്. ചാലിജി ഷൂട്ടിങ് എടുത്ത് സിനിമ എടുത്ത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അത് എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ സാറിനിട്ട് എഡിറ്റൊക്കെ ചെയ്തു. കുഴപ്പമില്ല, സാറ് കണ്ടിട്ട് ചെയ്തിട്ട് പിന്നെ അത് എന്തെങ്കിലും അറിയാൻ പറ്റില്ല. ചെറിയ അന്നത്തെ കുഞ്ഞ് ക്യാമറ, ഷാർപ്പിന്റെ ക്യാമറയാണ്. സാറിന്റെ എഡിറ്റൊക്കെ ചെയ്ത് കുറേ എടുത്ത് വന്നല്ലോ. ഇവിടെ വേറെ അങ്ങോട്ട് പറഞ്ഞു ഒരുത്തൻ ആ പുഴയുടെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് പറഞ്ഞല്ലേ? ഞാൻ കണ്ടായിരുന്നു അതിന്റെ മുകളിലേക്ക്. നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ വെള്ളം. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുവാണ്. അതായത് ഇത് ഏത് ക്ഷേത്രം? ഓ, അത് ശരി. ഭഗവതി. കൊടുങ്ങല്ലൂർ നട അടച്ച് ഇവിടെ വരും. കൊടുങ്ങല്ലൂരമ്മ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇവിടെ വരും. അതിനുശേഷം ഈ ദേവി അതാണ് ചാട കയറി ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഇവിടെ അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഒരാഴ്ച വേണം ഉണ്ടാക്കണം. 2 വലിയ വെള്ളമൊക്കെ കിട്ടിയിട്ട്. കുഞ്ഞുമോന് കാറ്ററിങ്ങിന്റെ പരിപാടിയാണ് മെയിനായിട്ടുള്ളത്. എന്തൊക്കെയാണ് പരിപാടികൾ? നോണും ഉണ്ട്, വെജും ഉണ്ട്. ഫുൾ സെറ്റിങ്സ് ആണല്ലേ? സ്റ്റേജും. ഇപ്പം എത്ര നാളെ തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പോൾ ഒരു 10 വർഷം മേലായി. 10 അല്ല, സാറിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു. ഇവിടെ വന്ന് അളിയന്മാർ മറ്റേ ഈ നൗഷാദിന്റെ കൂക്കന്മാരായിരുന്നു. അങ്ങനെ നൗഷാദ് മനസ്സിലായി കുക്കൊക്കെ ആയിരുന്നു അളിയച്ചാരൊക്കെ. അവരെ കൂട്ടി പോയി ഇങ്ങനെ പഠിച്ച് ഇപ്പം അത്യാവശ്യം ഫുള്ള് ബിരിയാണി, ദം ബിരിയാണി, ചിക്കൻ, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഫുള്ള്.
മറ്റേ മിക്സിങ്ങും ഇതൊന്നുമില്ല നമുക്ക്. കെമിക്കലില്ല, നാച്ചുറൽ. ഇപ്പോഴും മറ്റേ ഇടിമുളക് ഇട്ടുള്ള പരിപാടി, ചിക്കനും ഉണ്ട്, ഗ്രീൻ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അല്ല. പിന്നെ ആർക്കെങ്കിലും കാറ്ററിങ്ങിന് ഓർഡർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അല്ല, ഇവിടെ വർക്കുണ്ട്, ഒത്തിരി വർക്കുണ്ട്. ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. കുഞ്ഞുമോൻ്റെ ഫ്രണ്ട്സാണ് ഇതായി രണ്ടുപേരും. ഒത്തിരി പേരുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് വേണ്ടിയാണ് പാടി ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ പാടി തന്നെ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയേക്കണല്ലേ. ഇതാണ് ദുൽഖറുമായിട്ട് പോയി ഇടി കൊണ്ട ടീമാണ്. വണ്ടി ഓടിച്ച് പോയി ഇടി കൊണ്ട ഇവരെ പോയി കണ്ട് ഞാൻ പോയി കൂട്ടിക്കൊണ്ടു. രണ്ടും കൂടി ഇടിച്ച് മോന്തൊക്കെ ഷേപ്പ് ആയി. അതുകൊണ്ട് ഇവൻ ശരീരം വണ്ണം വെച്ച്. ചേച്ചി 2 ദിവസം പാല് കൊടുത്തു. ദുൽഖറിനെ കൊണ്ട് ചേച്ചിയൊക്കെ ലണ്ടനിൽ പോയി 45 ദിവസം കഴിഞ്ഞാൽ അവര് വന്നു. ഇവൻ ചീർത്ത് അതോടാണ്ട് ഇവൻ നല്ല ശരീരമായി. ഇടി കൊണ്ടുണ്ടാക്കിയ ശരീരം. തടി വെക്കണില്ല എന്ന് പറഞ്ഞു. ചാലിയുടെ മൂക്കൊക്കെ അവര് മറ്റേ കുഞ്ഞു പിള്ളേരൊക്കെ അവരന്ന് ഇടിച്ചിട്ട് മൂക്കൊക്കെ കളഞ്ഞു, മാല പൊട്ടിച്ചു. അത് ഇവര് ഞങ്ങൾ സാറ് വഴക്ക് കണ്ടു കൂടി ഇവർക്ക് വണ്ടി കൊടുക്കരുത് പറഞ്ഞിട്ട് സാറിന് പറഞ്ഞു ഇനി മേലെ ഇവന്മാർക്ക് വണ്ടി കൊടുക്കരുത്. ഇവർ 2-3 വണ്ടി കൊണ്ട് ഇടിച്ച് കളഞ്ഞായിരുന്നു. ഒരു പുതിയ സാൻഡ്രോ ഒരു മീൻ ബോഡി വണ്ടിക്ക് ഇടിച്ച് ബോണിട്ട് കളഞ്ഞു. എന്നിട്ട് സാറ് പറഞ്ഞു ഈ മേലെ ഇവർക്ക് വണ്ടി കൊടുക്കരുത് പറഞ്ഞു. കൊടുത്താൽ നിന്നെ ഞാൻ ഓടിക്കുന്നു പറയുന്ന വഴക്ക്. ഇത് ഇപ്പൊ എന്നെ അറിയാണ്ട് ഒരു അംബാസഡർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടിയാണെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട് പണ്ട് സജി. പക്ഷെ അന്ന് അംബാസഡർ അല്ല, ഞങ്ങളുടെ വണ്ടിയാണെങ്കിൽ 3:09 എല്ലാവർക്കും അറിയും. ഒരു മാനേജർ വണ്ടി ഉണ്ടായിരുന്നു അംബാസഡർ. ഇവര് 2 കൂടി ആ വണ്ടി എടുക്കുന്നത് അങ്ങനെ കേട്ടോ. പക്ഷെ ചാലിന് എല്ലാവർക്കും അറിയാമായിരുന്നു. ചേട്ടാ സ്കൂളിനോട് വെച്ചായിരുന്നു. അവിടെ എല്ലാവർക്കും ഞങ്ങൾ അറിയാവുന്നത്. നമ്മളെ സാറിന്റെ അതൊക്കെ അറിയാം. ഇവർ 2 പേരും മിണ്ടിയില്ല. സാറിന്റെ പേര് പറഞ്ഞ തല്ലൊന്നുമില്ല. അവര് ഒന്നാമത് സേലത്തൊക്കെ ഒന്ന് പറഞ്ഞു അല്ലേ, അപ്പാർട്ട്മെന്റ് ഒക്കെ. അന്ന് ഇഷ്ടംമാരെ ഈ ജയലളിത മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ റെഡിയാക്കി ഇട്ടേക്കുന്നത് ഗ്രൗണ്ട്. അവിടെ കൊണ്ട് വണ്ടി എടുത്തു. അങ്ങനെ ഇടിയുണ്ട്. പക്ഷേ ഇടികൊണ്ട് വണ്ണം വെച്ചതാണ്. ഇടിയെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ബാറ്റിന് ചുടുകെട്ടാൻ വേണ്ടി മുട്ടുകാലം നിർത്തി. ഇവരെ മുട്ട നിർത്തിയൊക്കെ ഞങ്ങൾ ഇരുമ്പോൾ 2 പേരും കൂടി മുട്ട കുത്തി നിർത്തി. ചാലിജിയുടെ മാല പൊട്ടി. രാജിക്കൊരു മാല ഉണ്ടായിരുന്നു ലോക്കറ്റൊക്കെ എന്നിട്ട് മാനേജർ വന്നിട്ട് നമ്മുടെ മാനേജറുണ്ട്, പുള്ളി വന്നിട്ട് പറയാണ് ഇതാണ് ധർമാടി എന്ന് പറഞ്ഞു. കാരണം എപ്പോഴും ഇവരോട് പറയാന്ന് വണ്ടി എടുത്ത് പോയിരുന്നു. ബാബുചരൻ പറഞ്ഞു ഇതാണ് ധർമാടി എന്ന് പറഞ്ഞിട്ട് പുള്ളി പിള്ളേർ ഇടി. അതായത് ധർമാടി തമിഴ്നാട്ടിൽ എല്ലാം ഇടിച്ചു. ഇതാണ് ധർമാടി എന്ന്. പക്ഷേ ഇവർ 2 പേരും ഇടിച്ചവരാ ഞാൻ നല്ല മെനക്ക് കൊടുത്തായിരുന്നു. കേസ് കൊടുത്ത് സാറ് കേസ് പിൻവലിച്ചായിരുന്നു. സാറ് പോലും പറഞ്ഞില്ല ഇവരെ പിള്ളേരെ ഇടിച്ചവരാ ഞാൻ നൈസായിട്ട് ഏക്മോറിട്ട് ഇടിച്ചു. ഇവര് ആ സെക്യൂരിറ്റി ആയിരുന്നു, മാറ്റിയായിരുന്നു. ഞാൻ നല്ല ഇടി കൊടുത്തായിരുന്നു. കാരണം ഇവർ 2 പേരും ഇടി കൊണ്ട് സാറിൻ്റെ ഉള്ള ഇതുകൊണ്ട് കേസ് പിൻവലിച്ചായിരുന്നു. 2 ദിവസം സാറേ പുറത്ത് കേസ് കൊടുത്ത് സാറ് പറഞ്ഞ കേസ് ഉണ്ടായിരുന്നു. സാറന്ന് സ്റ്റാലിൻ്റെ ഷൂട്ടിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. സാർ അവിടെ നിന്ന് ഓടി വന്നായിരുന്നു. മറ്റേ ചേച്ചി വിളിച്ച് പറഞ്ഞു. ചേച്ചിയൊക്കെ ഭയങ്കര ഇത്. പക്ഷെ നമുക്ക് പിള്ളേർക്ക് ഇടികൊണ്ടപ്പോൾ നമുക്ക് സഹിക്കില്ല. കാരണം ഇവര് ഇവന് ഞാനും ഞങ്ങൾ കൂടെ പിറന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങളത് ഇവൻ ഇന്ന് വന്നാലും എൻ്റെ വീട്ടിലാണ്, അവിടെയാണ്. ഞാനിവന് അന്ന് തൊട്ട് സാറിൻ്റെ വീട്ടിലുള്ളത്. പക്ഷെ അവർക്കൊരു തെറ്റിദ്ധാരണ കൊണ്ട് നമ്മളങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പിൽറ്റായി പോകുന്നു മാത്രം.